ഇന്ന് ആറ്റൂർ രവിവർമ്മയുടെ മേഘരൂപൻ എന്ന കവിതയെക്കുറിച്ച് സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മേഘരൂപൻ നേരത്തെ ഉണ്ണികൃഷ്ണ മാഷ് സൂചിപ്പിച്ചതുപോലെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, ധാരാളം പഠനങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കവിതയാണ്. ആറ്റൂർ രവിവർമ്മ മലയാളത്തിലെ തികഞ്ഞ കവികളിൽ ഒരാളാണ്. ആധുനിക കവികളിൽ വേറിട്ട് നിൽക്കുന്ന, വേറിട്ട വഴി സ്വീകരിച്ച എഴുത്തുകാരിലൊരാളാണ് ആറ്റൂർ. ഈ ആധുനിക കവി അല്ലെങ്കിൽ ആധുനികത എന്നൊക്കെ പറയുന്നത് മലയാളത്തിൽ ചില ആംബിഗ്വിറ്റീസ്, ചില അവ്യക്തതകൾ അല്ലെങ്കിൽ ചില സന്ദിഗ്ധതകൾ ഉണ്ടാക്കുന്ന ഒരു പ്രയോഗമാണ്. പൊതുവെ ആധുനികത എന്ന വാക്ക് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, 18-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിലുണ്ടാകുന്ന ഒരു വലിയ സാമൂഹികമായ ഉണർവിനെയും ആ ഉണർവിന് കാരണമായ ആശയപരമായ ഒരു വലിയ നവോത്ഥാനത്തെയും കുറിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആധുനികത. അതേസമയം തന്നെ അതിനുശേഷം ഒരുപക്ഷെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളോട് കൂടിയിട്ട് രൂപം കൊള്ളുന്ന ഈ ആധുനികതയുടെ തന്നെ ഒരു തുടർച്ചയെന്നോ അല്ലെങ്കിൽ അതിൻ്റെ വിമർശ സന്ദർഭമെന്നോ ഒക്കെ വിളിക്കാവുന്ന, സാഹിത്യത്തിൽ അതിൻ്റെ ഒരു പ്രയോഗ സന്ദർഭമായി മാറിയ ആധുനികത എന്ന മറ്റൊരു പ്രയോഗവും നമുക്കുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ കുറിക്കാൻ രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് മോഡേണിറ്റി എന്നും മറ്റേത് മോഡേണിസം എന്നും. ഇങ്ങനെ രണ്ട് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. 18-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സാമൂഹിക അനുഭവത്തെ, സാമൂഹികവും സാംസ്കാരികവും ഒക്കെയായ ഒരു അനുഭവത്തെയും അതിൻ്റെ പിറകിലുള്ള ഒരു ആശയലോകത്തെയും കുറിക്കാൻ വേണ്ടി നമ്മൾ മോഡേണിറ്റി എന്ന വാക്ക് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ആ മോഡേണിറ്റിയുടെ ഒരു ക്രിറ്റിക് രൂപപ്പെടുന്ന, ഒരു വിമർശ സന്ദർഭം രൂപപ്പെടുന്ന അത്തരമൊരു ചരിത്ര സ്ഥാനത്തെ അല്ലെങ്കിൽ അത്തരമൊരു ഘട്ടത്തെ, അത്തരമൊരു സാഹിത്യത്തിലുള്ള അതിൻ്റെ ഒരു പ്രയോഗ സന്ദർഭത്തെ നമ്മൾ ആധുനികത അല്ലെങ്കിൽ മോഡേണിസം എന്നും വിളിക്കാറുണ്ട്. മലയാളത്തിൽ ഒരുപക്ഷെ സമീപകാലത്ത് ഇപ്പോൾ നമ്മൾ ഈ രണ്ടാമത് പറഞ്ഞ ഈ സാഹിത്യ പ്രയോഗത്തെ കുറിക്കുന്നതിന് വേണ്ടി നമ്മൾ ആധുനികതാവാദം എന്നുള്ള വാക്ക് ഒന്ന് ഉപയോഗിക്കാറുണ്ട്. കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് ആധുനികത എന്നത് ഒരു സാമൂഹിക അനുഭവത്തെ കുറിക്കാനും ആധുനികതാവാദം എന്നത് കുറെ കൂടി ദാർശനികമായ ഒരു സാഹിത്യ സന്ദർഭത്തെ കുറിക്കാനും വേണ്ടി നമ്മൾ ഇന്ന് ഉപയോഗിക്കാറുണ്ട്. ഈ ആധുനികതാവാദത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ആധുനികതാ പ്രസ്ഥാനത്തിലെ വേറിട്ട ഒരു വഴിയാണ് ആറ്റൂരിൻ്റേത്. ആറ്റൂർ തന്നെ ഒരുപക്ഷെ ഈ മേഘരൂപൻ എന്ന കവിതയിൽ പറയുന്നത് പോലെ നടന്ന് തേഞ്ഞു പോയൊരു വഴിയല്ല അത്. കുറെ കൂടി വ്യത്യസ്തമായൊരു വഴിയാണ് ആധുനികതാ പ്രസ്ഥാനത്തിനകത്ത് തന്നെ. ആധുനികതാ പ്രസ്ഥാനം എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഒരു ഒറ്റ വഴിയല്ല. ചരിത്രത്തിൽ എവിടെയും അതൊരു ഒറ്റ വഴി ആയിരുന്നില്ല. ആധുനികത പ്രസ്ഥാനത്തിന്റെ ഒരു പക്ഷെ അതിൻ്റെ ഒരു സ്നാപക യോഹന്നാൻ എന്നൊക്കെ വിളിക്കാവുന്ന ഒരാളാണ് ഫ്രഞ്ച് കവിയായിരുന്ന ബോദ്ലെയർ. ബോദ്ലെയർ ആധുനികതയെ പറ്റി പറയുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു വാചകം കോമ്പിനേഷൻ ഓഫ് എറ്റേണൽ ആൻഡ് ട്രാൻസിറ്ററി എന്നാണ്. ശാശ്വതികത്വത്തിന്റെയും താൽക്കാലികതയുടെയും ഒരു മിശ്രണം എന്നാണ് പറയുന്നത്. പരസ്പര വിരുദ്ധമായ രണ്ട് ധാരകളുടെ ചേർത്തുവെപ്പാണ് ആധുനികത എന്ന് ബോദ്ലെയർ പറയുന്നു. യഥാർത്ഥത്തിൽ ആധുനികതയ്ക്കകത്ത് വലിയ തോതിലുള്ള ആന്തരിക വൈരുദ്ധ്യങ്ങളുണ്ട്. ഒരുപക്ഷെ നമുക്ക് തീർത്തും വിരുദ്ധമെന്ന് തോന്നാവുന്ന ആശയഗതികൾക്ക് പോലും ഒന്നിച്ചു ചേർന്ന് നിൽക്കാനാവുന്ന ഒരു വലിയ അംബ്രല്ല ടേമാണ് യഥാർത്ഥത്തിൽ മോഡേണിസം എന്ന് വിളിക്കുന്നത് നമ്മൾ. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ പറയാറില്ല, ഇപ്പോൾ ആധുനിക നാഗരികതകളുടെ ഏറ്റവും വലിയ, അതിൻ്റെ നൈതിക ബോധത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ വിമർശകനായിരുന്ന ബെർട്ടോൾട്ട് ബ്രെറ്റിനെ പോലുള്ള ഒരാളെ നമ്മൾ ആധുനികൻ എന്ന് വിളിക്കുമ്പോൾ അതേപോലെ തന്നെ ഇതേപോലുള്ള ഒരു എന്താ പറയുക, ഭരണകൂട നാഗരികതയുടെ, ഫാഷിസത്തിന്റെ ഒക്കെ അതിനോടൊക്കെ ചേർന്ന് നിന്നിട്ടുള്ള എസ്രാ പോണ്ടിനെയും നമ്മൾ ആധുനികൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ബ്രെറ്റിനും എസ്രാ പോണ്ടിനും ഒരേപോലെ ചേർന്ന് നിൽക്കാവുന്ന ഒരു കൂടാരമാണ് യഥാർത്ഥത്തിൽ ആധുനികതാവാദം അല്ലെങ്കിൽ മോഡേണിസം എന്നർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ വൈരുദ്ധ്യങ്ങളുടെ ഒരു ചേർത്തുവെപ്പാണത് എന്ന് പറയാനാവും. അതുകൊണ്ട് തന്നെ ആധുനികതാവാദം എന്നത് യഥാർത്ഥത്തിൽ ഏകമല്ല, മറിച്ച് അതൊരു പലമയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് പലതാണ് എന്ന് പറയേണ്ടി വരും. മലയാളത്തിലും അങ്ങനെയാണ്. മലയാളത്തിലും ആധുനികതാവാദം എന്ന് പറയുന്നത്, ആധുനികതാ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒന്നായിട്ടല്ല, ഒരൊറ്റ ധാരയായിട്ടല്ല നീങ്ങിയത് എന്നുള്ളത് നമുക്കറിയാം.
അപ്പൊ ആധുനികതാവാദത്തിന്റെ ഒരു തുടക്കകാലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു യൂറോപ്പിലൊക്കെ രൂപം കൊണ്ട ഒരു വലിയ ഒരു ഇരുണ്ട കാലഘട്ടത്തെ, അതിന്റെ ഒരു ദുരന്ത ബോധത്തെ, ഇപ്പോ രണ്ട് ലോകമഹായുദ്ധങ്ങളെ നേരിട്ട ജനതയാണ് യൂറോപ്യൻ ജനത. രണ്ട് ലോകമഹായുദ്ധങ്ങളെ നേരിടുക എന്ന് വെച്ചാൽ സ്വാഭാവികമായും മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള, മനുഷ്യന്റെ അന്തസ്സിനെ കുറിച്ചുള്ള, മനുഷ്യന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ഒക്കെയുള്ള വളരെ ദാർശനികമായ ഒട്ടേറെ പ്രശ്നങ്ങളിലേക്ക് യൂറോപ്യൻ ജനത എടുത്തെറിയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒരു വലിയ ദുരന്തബോധം, അതിന്റെ ഒരു വലിയ ഒരു ഇരുളിമ അവരുടെ ചിന്തകളിൽ, ഒരു അശുഭാപ്തി വിശ്വാസം അവരുടെ ചിന്തകളിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കനത്ത ഒരു എന്താ പറയുക, വ്യക്തിപരതയ്ക്കകത്തേക്ക് ചിതറിപ്പോയ ഒരു അനുഭവമായിരുന്നു അത്. സാമൂഹികതയുടെ കെട്ടുപാടുകളൊക്കെയും അയഞ്ഞ് കനത്ത വ്യക്തിപരതയ്ക്കുള്ളിലേക്ക് ചിതറിപ്പോയ ഒരു അനുഭവമായിരുന്നു അത്. അപ്പോൾ അത്തരം ഒരു അനുഭവത്തെ വളരെ അടുത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് നിന്നുകൊണ്ട് നേരിട്ടിട്ടുള്ള ഒരു ജനതയാണ് യൂറോപ്യൻ ജനത. ആ യൂറോപ്യൻ അനുഭവങ്ങളുടെ ചൂഴ്ന്നു നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആധുനികതാ പ്രസ്ഥാനം യൂറോപ്പിൽ ഉണ്ടാവുന്നത്. മലയാളത്തിൽ ആധുനികത പ്രസ്ഥാനത്തിന്റെ തുടക്കകാലം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യൂറോപ്യൻ ദുരന്തബോധത്തിന്റെ, ഈ യൂറോപ്യൻ അസ്തിത്വവാദത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലും ഈ പറയുന്ന ആധുനികതാവാദം രൂപം കൊള്ളുന്നത് എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ വേണമെങ്കിൽ ഒരു അനുകരണം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ വളരെ ഒരുപക്ഷെ ഒരു ജനത എന്നുള്ള രീതിയിൽ ഇന്ത്യക്കാർ അനുഭവിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ മലയാളി അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദുരന്തബോധത്തെ, ഒരു അസ്തിത്വ പ്രശ്നത്തെ, ഞാൻ ഉദ്ദേശിക്കുന്നത് അസ്തിത്വ പ്രശ്നം എന്ന് പറയുന്നത് അനുഭവിച്ചിട്ടില്ല പൂർണ്ണമായും എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് യൂറോപ്യർ അനുഭവിച്ച അതിന്റെ ഗഹനതയിൽ, നമ്മൾ പറയാറുണ്ടല്ലോ എക്സിസ്റ്റൻഷ്യൽ സീരിയസ്നെസ് എന്ന് പറയാറുണ്ടല്ലോ, ഒരു അസ്തിത്വ ഗഹനത. ഈ അസ്തിത്വ ഗഹനത എന്ന് നമുക്ക് പറയാവുന്ന തരത്തിൽ അതിന്റെ ആഴത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു ജനതയല്ല മലയാളി. ഇന്ത്യൻ സമൂഹവും നമ്മൾ അനുഭവിച്ച അസ്തിത്വ പ്രശ്നത്തിന് തന്നെ വളരെ വ്യത്യസ്തമായ മാനങ്ങളാണുള്ളത്, അതിന് കുറെ കൂടി വ്യത്യസ്തമായ രാഷ്ട്രീയ മാനങ്ങളാണുള്ളത്. പക്ഷെ എങ്കിലും നമ്മുടെ ആധുനികതാ പ്രസ്ഥാനം നമ്മുടെ കവിതയിലേക്കും നമ്മുടെ സാഹിത്യത്തിലേക്കും കടന്നു വരുന്നത് യഥാർത്ഥത്തിൽ യൂറോപ്യർ അനുഭവിച്ച ആ ഒരു ദുരന്തബോധത്തിന്റെ അസ്തിത്വ പ്രശ്നങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് എന്നത് നമുക്ക് കാണാതിരുന്നുകൊണ്ട്. അപ്പൊ അതൊരു ധാരയായിരുന്നു. അതോടൊപ്പം തന്നെ അതിനുശേഷം ഏതാണ്ട് അതിന്റെ തുടർച്ചയായി തന്നെ വരുന്ന ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ ആധുനികതയുടെ, വിശേഷിച്ചും ഈ കൊളോണിയൽ ഭരണകൂടങ്ങൾക്കെതിരായി തങ്ങളുടെ സ്വത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും മറ്റുമൊക്കെ നടന്നിട്ടുള്ള വലിയ പോരാട്ടങ്ങളുടെ, ചില വിപ്ലവ ശ്രമങ്ങളുടെ, സമരങ്ങളുടെ, സാംസ്കാരികമായ ഉജ്ജീവനങ്ങളുടെ ഒക്കെ ഒരു ഊർജം സ്വീകരിച്ചുകൊണ്ടുണ്ടായ മറ്റൊരു ആധുനികതയുണ്ട്. അതൊരു ബദൽ ആധുനികതയാണ്. അപ്പോൾ അത്തരം ഒരു ആധുനികതയുടെ ചൂട് പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കടമ്മനിട്ടയുടെ ഒക്കെ കവിതയെ നമ്മൾ ആ രീതിയിൽ വിലയിരുത്താറുണ്ട്. എങ്ങനെയാണ് ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ സമരങ്ങളുടെ ഒരു വലിയ ഊർജം നമ്മുടെ കവിതകളിലേക്ക് അകത്തേക്ക്, നമ്മുടെ ഒരു കവിതകൾക്കകത്തേക്ക് നമ്മുടെ ഒരു ജനതയുടെ ഒരു സ്വത്വ അന്വേഷണത്തിന്റെ ഭാഗമായി അത് മാറിയത് എന്നൊക്കെയുള്ള സംഗതികൾ നമ്മൾ ആധുനികതയിൽ നമ്മൾ അന്വേഷിക്കാറുണ്ട്. അതേപോലെ തന്നെ 60കളോടുകൂടി തന്നെ സച്ചിദാനന്ദനൊക്കെ ആധുനികതയുടെ ഒരു രാഷ്ട്രീയ വശത്തെ കണ്ടെന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമ്മളതിനെ രാഷ്ട്രീയ ആധുനികത എന്നൊക്കെ വിളിക്കാറുണ്ട്. നരേന്ദ്രപ്രസാദ് ഒക്കെ ആധുനികതയുടെ ചുവന്ന വാൽ എന്ന് വിശേഷിപ്പിച്ചത് അതിനെയായിരുന്നു. സമീപകാലത്ത് വെച്ചാൽ 90കൾക്ക് ശേഷം, നമ്മൾ പറയുന്ന ആധുനികതയുടെ ഒരു കാലത്തിന് ശേഷം അതിനെ വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ഇ വി രാമകൃഷ്ണൻ അവാങ്കാദ് മോഡേണിസം എന്ന് വിളിക്കുന്നതും ഇതേ സംഗതിയാണ്. അപ്പൊ അതൊരു ഒരർത്ഥത്തിൽ ഒരു രാഷ്ട്രീയമായി വലിയൊരു വിമോചനം സമീപഭാവിയിൽ സംഭവിക്കാനുണ്ട്, ഈ ജനതയ്ക്ക് ഒരു വലിയ വിമോചനം സമീപഭാവിയിൽ സംഭവിക്കുമെന്നും അത്തരം ഒരു വിപ്ലവത്തെ സംബന്ധിച്ചുള്ള, അത് സാധ്യമാക്കുന്ന ഒരു വിപ്ലവത്തെ സംബന്ധിച്ചുള്ള കാൽപ്പനികമായ സ്വപ്നങ്ങൾ യഥാർത്ഥത്തിൽ പങ്കുവെച്ചുകൊണ്ടാണ് ഈ പറയുന്ന രാഷ്ട്രീയ ആധുനികതയുടെ ആദ്യ അനുഭവങ്ങൾ മലയാള കവിതയിലൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആധുനികതയുടെ വ്യത്യസ്തമായ വശങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ യൂറോപ്യൻ ദുരന്തബോധത്തെ പങ്കിടുന്ന ഒരു ധാരയുണ്ട്, ആഫ്രോ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന്റെ ഊർജം സ്വീകരിച്ച കവിതകൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ രാഷ്ട്രീയ ആധുനികതയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഈ ആഫ്രോ ലാറ്റിൻ അമേരിക്കൻ ധാരയുടെ ഒരു എക്സ്റ്റൻഷൻ എന്നൊക്കെ വിളിക്കാവുന്നതാണ് അത്. അത്തരത്തിൽ രാഷ്ട്രീയ ആധുനികതയുമായി ബന്ധപ്പെട്ട ഒരു ധാര ഉണ്ടാവുന്നുണ്ട്. ഈ രാഷ്ട്രീയ ആധുനികത തന്നെ ഒരു മിഥ്യയായിരുന്നു, അത് ഒരു സ്വപ്നമായിരുന്നു എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു വേളയുണ്ട് നമുക്ക്. ഇപ്പോൾ ബംഗാളും അയോധ്യയും ഒക്കെ എഴുതിയ ഒരു കാലത്ത് നിന്ന് മാറിയിട്ട് ഒരു 4-5 വർഷം കൂടി കഴിയുമ്പോഴേക്ക്
യഥാർത്ഥത്തിൽ ഇത് കേവലം ഈ സ്വപ്നങ്ങൾക്ക് ഒരു കാൽപ്പനിക സ്വഭാവമാണ് ഉണ്ടായിരുന്നത് എന്നും യാഥാർത്ഥ്യവുമായി അതിന് അത്രയേറെ ബന്ധമില്ല എന്നുമുള്ള ഒരു കൈപ്പേറിയ തിരിച്ചറിവ് നമ്മുടെ കവികൾക്കടക്കം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ആണ് നമ്മളൊരു വലിയ ആത്മനിന്ദയിലേക്ക്, നമ്മളൊരു ആത്മോപഹാസത്തിലേക്ക്, ആത്മനിന്ദയിലേക്കൊക്കെ വീഴുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ആധുനികതയുടെ, രാഷ്ട്രീയ ആധുനികതയുടെ രണ്ടാം ഘട്ടം എന്ന് പറയുന്ന കവിതകൾ ആ രീതിയിലുള്ളതാണ്. പയ്യപ്പ പണിക്കരുടെ കടുക്ക പോലുള്ള, കുതിരക്കൊമ്പ് പോലുള്ള കവിതകൾ ഒക്കെ ആ ഘട്ടത്തിൽ ആണ് വരുന്നത്. അതുപോലെ സച്ചിദാനന്ദന്റെ നാവുമരം പോലുള്ള കവിത വരുന്നു. കക്കാടിന്റെ പട്ടിപ്പാട്ട്, ചെറ്റകളുടെ പാട്ട് പോലുള്ള കവിതകൾ വരുന്നു. ഈ കവിതകളൊക്കെ അത്തരം ഒരു അതിൻ്റെ നമ്മുടെ രാഷ്ട്രീയ ആധുനികതയുടെ രണ്ടാം ഘട്ടത്തിൽ വരുന്ന കവിതകളാണ്. അപ്പോ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പലമയായി നിൽക്കുന്ന ഒരു ആധുനികതാവാദം അല്ലെങ്കിൽ ആധുനികതാ പ്രസ്ഥാനമാണ് മലയാള കവിതയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ഇതിൽ ആറ്റൂരിനെ നമ്മൾ എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുക? ആധുനികതാവാദത്തിന്റെ ഈ പലമയ്ക്കിടയിൽ ആറ്റൂർ യഥാർത്ഥത്തിൽ ആധുനികതയെ കേരളീയതയുമായി അല്ലെങ്കിൽ കേരളീയ അനുഭവങ്ങളുമായി ചേർത്ത് വെച്ച കവിയാണ്. ഒരുപക്ഷെ ഒരു കോസ്മോപൊളിറ്റനിസത്തിനെതിരായിട്ട് നമ്മുടെ ആധുനികതാവാദം തുടങ്ങിയത് ഒരു കോസ്മോപൊളിറ്റൻ ഭാവുകത്വത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. യൂറോപ്യൻ ദുരന്തബോധത്തെയും ആഫ്രോ ലാറ്റിൻ അമേരിക്കൻ ഭാവുകത്വ വ്യതിയാനങ്ങളെയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു കോസ്മോപൊളിറ്റൻ കാഴ്ചപ്പാട്, ഒരു സാർവലൗകികതയുടെ ഒരു കാഴ്ചപ്പാട് ഈ സമയത്ത് നമ്മൾ ആധുനികതയുടെ തുടക്കകാലത്ത് നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് മാറിയിട്ട് ആധുനികതയെ കേരളീയതയുടെ വേരുകളിലേക്ക് ചേർത്ത് വെച്ച, അല്ലെങ്കിൽ കേരളീയ അനുഭവത്തെ ആധുനികമായി നോക്കിക്കാണാൻ, ആധുനികതയുടെ ഒരു നോട്ടപ്പാടിലൂടെ, ആധുനികതാ വിമർശനത്തിന്റെ ഒരു നോട്ടപ്പാടിലൂടെ, അങ്ങനെ വേണം പറയാം. ആധുനികതാവാദം എന്നത് യഥാർത്ഥത്തിൽ റൈമണ്ട് വില്യംസ് ഒക്കെ പറയും ആധുനികതയുടെ വിമർശ സന്ദർഭമാണത് എന്ന് പറയും. ആധുനികത എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ ഒരു ആശയപരമായ ഒരു വലിയ ഉണർവായിരുന്നു ആധുനികത. മോഡേണിറ്റി എന്ന് പറയുന്നത് മാനവികത, ജനാധിപത്യം, ദേശീയത, ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ, യുക്തിബോധം, ഇതുപോലുള്ള ഒരുപാട് സംഗതികൾ ഉണ്ടാവുന്നുണ്ട്. സമത്വത്തെക്കുറിച്ചുള്ള ബോധം, ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട് ആധുനികതയുടെ ഭാഗമായിട്ട്. പക്ഷെ ഇവ അത്രത്തോളം ഭദ്രമായിരുന്നില്ല. ഈ പറയുന്ന മാനവികത എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതല്ല, മറിച്ച് മാനവികർക്കിടയിൽ തന്നെയുള്ള ചില വരേണ്യരെ മാത്രമേ, വെള്ളക്കാരെ മാത്രമേ അത് ഉൾക്കൊള്ളുന്നുള്ളൂ എന്നൊക്കെയുള്ള തരത്തിലുള്ള ചില വിമർശ സന്ദർഭങ്ങൾ പിന്നീട് രൂപം കൊള്ളുന്നുണ്ട്. നമുക്കതറിയാം. യുക്തിബോധം എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ അനുഭവങ്ങളെയും അളക്കാനാകുന്ന ഒന്നല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് പിന്നീട് ഉണ്ടാവുന്നുണ്ട്. ശാസ്ത്രത്തിന്റെയും വ്യവസായവൽക്കരണത്തിന്റെയും വലിയ പുരോഗതിക്ക് പിറകെ അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആധുനികതയുടെ ഒരു വിമർശ സന്ദർഭം രൂപപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ആധുനികതാവാദത്തിൽ, മോഡേണിസത്തിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു മോഡേണിസത്തിന്റെ തുടക്കകാലം അതിനെ ഒരു കോസ്മോപൊളിറ്റൻ വീക്ഷണത്തിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ട് ആധുനികതയെ കേരളീയ അനുഭവങ്ങളിലേക്ക് ചേർത്ത് വെക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ആറ്റൂരൊക്കെ ചെയ്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനാവും. ആറ്റൂര് മാത്രമല്ല, ആറ്റൂര് അതുപോലെ മാധവൻ അയ്യപ്പത്ത്, കടമ്മനിട്ട നമ്മൾ ഇന്ന് പറയുമ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങൾ ഒരുപക്ഷെ നമുക്ക് തിരിച്ചുന്നയിക്കാനായിരിക്കും. കാരണം കടമ്മനിട്ട മുന്നോട്ട് വെച്ചിരുന്ന സംഗതികളൊക്കെ കുറത്തിയൊക്കെ ഇന്ന് വേണമെങ്കിൽ നമുക്ക് അവ ഈ കിഴാണതയെ മധ്യവർഗ ഭാവന കൊണ്ട് നോക്കിക്കണ്ടതാണ് ഇന്ന് അത്തരത്തിലുള്ള പഠനങ്ങളിൽ, അത്തരത്തിലുള്ള വിമർശനങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് ആ കടമ്മനിട്ടയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ എന്തായാലും ഈ ഒരു കേരളീയത എന്ന് പറയുന്ന ഒരു അനുഭവ ലോകത്തെ ആധുനികതയുമായി, അല്ലെങ്കിൽ ഒരു ആധുനികതാവാദത്തിന് ഒരു കേരളീയമായ പരിപ്രേക്ഷ്യം മലയാള കവിതയിൽ സൃഷ്ടിച്ചെടുക്കുകയാണ് ആറ്റൂരൊക്കെ ചെയ്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനാവുമെന്നർത്ഥം. അപ്പൊ കവിഭാഷയിൽ ആധുനികത കൊണ്ടുവന്ന വലിയ പരീക്ഷണങ്ങളുടെ ഒരു ദശയുണ്ട്. നമ്മളത് പഠിച്ചിട്ടുണ്ടായിരിക്കും. കാവ്യഭാഷയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന വലിയ ഒട്ടേറെ വിവാദങ്ങൾ ഒരു അക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. വിശേഷിച്ചും ദുർഗ്രഹതയെ സംബന്ധിച്ചൊക്കെയുള്ള വലിയ തർക്കങ്ങൾ അക്കാലത്ത്. ദുർഗ്രഹതയെ സംബന്ധിച്ച് ആധുനിക കവിതയിലെ ദുർഗ്രഹത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭാഷാപരമായ ദുർഗ്രഹതയല്ല എന്ന് സ്ഥാപിക്കുന്ന ഒരു വലിയ ലേഖനം തന്നെ കക്കാടിൻ്റെതൊക്കെ അക്കാലത്ത് വന്നിരുന്നു. അത് യഥാർത്ഥത്തിൽ ഭാഷയുടെ അല്ല, ഭാവുകത്വത്തിന്റെയാണ് ആ പ്രശ്നം എന്നുള്ള ഒരു സംഗതിയുണ്ട്. സത്യവുമാണ്. കാരണം ഒരുപക്ഷെ കുരുക്ഷേത്രം എന്ന് പറയുന്ന കവിത ഇന്ന് നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് അത്ര ദുർഗ്രഹമല്ല അത്. അതിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. ഇതൊരു
ഭാവുകത്വത്തിന്റെയാണ് ഈ അപരിചിതത്വം, ഭാവുകത്വത്തിന്റെയാണ് ഈ ദുർഗ്രഹത, ഭാഷയുടെ അല്ല എന്നുള്ളത് നമുക്ക് ഇന്ന് തിരിച്ചറിയാനാവും. അപ്പോൾ ഈ പറയുന്ന കാവ്യഭാഷയെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ ഒരുപക്ഷെ കക്കാടൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കുറച്ചുകൂടി സംസ്കൃത പ്രചുരിമയാർന്ന ശൈലിയല്ല, ഭാഷയല്ല, ഒരു ഡിക്ഷണറിയല്ല ആറ്റൂരിനെ പോലുള്ള കവികൾ എഴുതിയിട്ടുള്ളത്. ആറ്റൂരിൻ്റെത് കുറച്ചുകൂടി ഒരു ദ്രാവിഡത്വമാർന്ന വഴിയായിരുന്നു, കാവ്യ വഴിയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനാവും. ഈ പിന്നെ ഭാഷയൊക്കെ പരിഭാഷയായി എന്ന ആറ്റൂര് തന്നെ ഒരു വിമർശനമുണ്ട്, ഭാഷയൊക്കെ പരിഭാഷയായി എന്നുള്ളത്. ഈ കാവ്യഭാഷയുടെ ഒരു നിരപ്പാർന്ന വഴിയാണ് യഥാർത്ഥത്തിൽ ആധുനികതാവാദം സൃഷ്ടിച്ചു വെച്ചിരുന്നത്. പലപ്പോഴും ഈ എന്താ പറയുക, ഭാഷയ്ക്കകത്ത് ഒരു കോസ്മോപൊളിറ്റനിസം, ലോകത്തിലുള്ള ഏത് കവിതയുടെയും കാവ്യഭാഷ ഒന്നായി തീരുന്നൊരു അനുഭവം സച്ചിദാനന്ദന്റെ അക്കാലത്തെ കവിതകൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഈ ഫ്രീ വേഴ്സ് എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഛന്ദോമുക്തതയിലൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് കാവ്യഭാഷയെ കുറെ കൂടി ഒരു വിരസമാക്കി മാറ്റുകയാണ് എന്ന് ഉള്ള വിമർശനങ്ങൾ നമുക്കിന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് മാറിയിട്ട് കുറെ കൂടി ദ്രാവിഡത്വമാർന്ന, കുറെ കൂടി പിന്നെ ഈ തനിമ എന്നുള്ള വാക്ക് ഒരു പിന്നെ കുഴപ്പം പിടിച്ച വാക്കാണ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന, ആറ്റൂരിനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കാവുന്ന അദ്ദേഹത്തിൻ്റെ ശൈലിയുടെ ഒരു സവിശേഷതയാണ് എന്നത് സൂചിപ്പിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ പക്ഷേ ഈ കേരളീയതയിലാണ് പിന്നെ ചവിട്ടി നിൽക്കുന്നത്, ആറ്റൂർ ചവിട്ടി നിൽക്കുന്നത് കേരളീയതയിലാണ്. അദ്ദേഹത്തിന്റെ ഭാവുകത്വം ആധുനികതയുടേതാണ്. അപ്പോൾ ആധുനികതയുടെ ഭാവുകത്വം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ നിലപാട് തറ കേരളീയതയാക്കി അല്ലെങ്കിൽ കേരളീയ അനുഭവങ്ങളാക്കി, കുറെ കൂടി പറഞ്ഞാൽ ദാക്ഷിണാത്യമായ അനുഭവ ലോകമാക്കി മാറ്റുകയാണ് ആറ്റൂർ ചെയ്തത് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഒരു വലിയ കുഴപ്പം പിടിച്ചൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. അത് ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്ന പിന്നെ മേഘരൂപൻ എന്ന കവിത ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതായത് പാരമ്പര്യം എന്ന് പറയുന്ന ഒരു സംഗതി, ഇപ്പോൾ കവിതയിലെ പാരമ്പര്യം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് അതിനെ കാണേണ്ടത് എന്നുള്ള ഒരു വിഷയമുണ്ട്. കേരളീയതയുമായി ചേർത്ത് വെക്കുകയാണ്, ആധുനികതയെ കേരളീയതയുമായി ചേർത്ത് വെക്കുകയാണ് അറ്റൂർ ചെയ്തത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പാരമ്പര്യത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണോ അറ്റൂർ നടത്തിയത് എന്ന് വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാനാവും. പക്ഷേ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, സ്റ്റാഗ്നന്റ് ആയ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിലച്ചുപോയ ഒരു അനുഭവമല്ല. മറിച്ച് പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്, അത് ഇടർച്ചയും തുടർച്ചയുമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ആറ്റൂരിന് ഉണ്ടായിരുന്നത് എന്ന് ആറ്റൂരിന്റെ കവിതകൾ നമ്മളോട് പറയുന്നുണ്ട്. പാരമ്പര്യത്തെ അദ്ദേഹം അതിന് വിധേയപ്പെടുന്നുമില്ല, അതേസമയം അതിൽ നിന്ന് വിച്ഛേദിക്കുന്നുമില്ല. പാരമ്പര്യത്തെ പുനർനിർമ്മിക്കുകയോ പാരമ്പര്യത്തെ അപനിർമ്മിക്കുകയോ ആണ് ആറ്റൂർ ചെയ്യുന്നത് എന്ന് കാണാനാവും. പാരമ്പര്യത്തിന്റെ ഘടകങ്ങളെ പലതിനെയും വിഘടിപ്പിക്കുന്നുണ്ട് ആറ്റൂർ. അതേസമയം തന്നെ പിന്നെ പാരമ്പര്യം എന്ന് പറയുന്നത് അതിൽ നിന്ന് പൂർണ്ണമായും പിന്നെ എന്താ പറയുക വിടുതൽ പ്രഖ്യാപിച്ചൊരു തീർത്തും പുതുതായ ഒന്നിനെ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്, അത് പുതുതായി നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ് എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ നവീകരിച്ച് ഇങ്ങേയറ്റത്ത് നിൽക്കുന്നതും കുറെ അപ്പുറത്തുള്ളതും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറയാൻ കഴിയില്ല. അത് പാരമ്പര്യം തന്നെയാണ്, അഥവാ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. അപ്പൊ ഈ ഇടർച്ചകളൊക്കെയും തുടർച്ചകളാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് പാരമ്പര്യത്തെ സംബന്ധിച്ച് ആറ്റൂരിനുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ പിതൃഗമനം എന്ന കവിതയ്ക്കകത്ത് ആറ്റൂര് ഈ പിറന്ന ഊരിലേക്ക് പോകുന്നുണ്ട്. പിറന്ന ഊരിലേക്ക് പോകുന്ന സമയത്ത് പകൽ കൊണ്ട് താൻ താണ്ടിയ ദൂരങ്ങളെയൊക്കെ പിറകിലേക്കാക്കാൻ വെമ്പുന്ന പിന്നെ പഴമയുടെ തത്വശാസ്ത്രത്തെ പിന്നെ തള്ളിക്കളയാൻ വേണ്ടി ഒരുങ്ങുന്ന ആറ്റൂരിനെ നമ്മൾ അതിനകത്ത് കാണും. അപ്പോൾ ഇവിടെ പിന്നെ ഈ പറയുന്ന പാരമ്പര്യം എന്ന് പറയുന്നത് സ്റ്റാഗ്നന്റ് ആയ ഒന്നല്ല, അതെവിടെയെങ്കിലും നിലച്ചുപോയ ജീർണിച്ചു പോയ ഒന്നല്ല എന്ന് തന്നെയാണ് ആറ്റൂര് പറയുക. അർക്കം എന്ന് പറയുന്ന ആറ്റൂരിന്റെ വളരെ പ്രസിദ്ധമായ കവിതയുണ്ട്, അർക്കം എന്ന് പറയുന്ന കവിത. അർക്കം എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് ഈ പറയുന്ന താനൊരു എരുക്കാണ് എന്ന് പറയുന്ന, തന്റെ സ്വത്തും ഒരു എരുക്കിൻ്റെതാണ് എന്ന് പറയുന്ന താനൊരു എരുക്കാണ്. സരസ്വതിയുടെയും ഗംഗയുടെയും പേരാറിന്റെയും മൂന്നിന്റെയും പിന്നെ ജലം ഒന്ന് തന്നെയാണെന്ന് സങ്കല്പിക്കുമ്പോൾ അതിന്റെ തീരത്ത് നിൽക്കുന്ന ഒരു എരുക്കാണ് താൻ, ഗന്ധമില്ലാത്ത ശ്മശാന സസ്യമായ എരുക്കാണ് താൻ എന്ന് പിന്നെ സ്വയം തിരിച്ചറിയുന്ന, എന്നുവെച്ചാൽ നമ്മൾ ഈ പറയുന്ന പാരമ്പര്യം നമ്മളിൽ കെട്ടിയേൽപ്പിച്ചിട്ടുള്ള ആലഭാരങ്ങളെയൊക്കെ വകഞ്ഞു മാറ്റി
അതിൻ്റെ എല്ലാ പിന്നെ ഗന്ധസ്മൃതികളെയും ഒഴിവാക്കി താനൊരു എരുക്കാണ് എന്ന് സ്വയം തിരിച്ചറിയുന്ന ആറ്റൂരിനെ നമ്മൾ അർക്കം എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് നമ്മൾ കാണും. ഉദാത്തം എന്ന് പറയുന്ന ആറ്റൂരിൻ്റെ മറ്റൊരു കവിതയുണ്ട്, ഉദാത്തം. ഉദാത്തം എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് ഈ ഭക്തിയുടെയും ഉദാത്തതയുടെയും ഒരു വലിയ കാവ്യ പാരമ്പര്യത്തെ, ആ കാവ്യ പാരമ്പര്യം എങ്ങനെയാണ് ചിതറിക്കേണ്ടത് എന്നത് ആറ്റൂർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നെൽപ്പത്തൂരും പൂന്താനവും പിന്നീട് വള്ളത്തോളും പി കുഞ്ഞിരാമൻ നായരും ഒക്കെ അടക്കം പിന്നെ ഭക്തി കൊണ്ട് തുള്ളിയ ആ ഉദാത്തതയുടെ കാവ്യ പാരമ്പര്യമാകുന്ന പാൽപ്പായസം തീർന്നു പോയിരിക്കുന്നു. കയ്യിൽ പിന്നെ ഒഴിഞ്ഞ പാത്രവുമായി നിൽക്കുന്ന ഒരു ദളിത ബാലനുണ്ട്. ആ ദളിത് ബാലനോട് ആറ്റൂര് കവി പറയുന്നുണ്ട്, പിന്നെ ഇളയ നിൻ കൈകളാൽ പൊക്കി എറിഞ്ഞിടുക ഈ പെരുംവാർപ്പ്, ഇളയ നിൻ കൈകളാൽ പൊക്കി എറിഞ്ഞിടുക ഈ പെരുംവാർപ്പ്, നൂറായി നുറുങ്ങട്ടെ ക്ഷീരപഥത്തിൻ തിളപ്പുകൾ എന്ന്. ഈ നൂറായി നുറുങ്ങിയ ഈ തിളപ്പുകളാണ്, അല്ലെങ്കിൽ ഈ ഭാവകത്വത്തിന്റെ ഇത്തരം ഒരു സംക്രമണ ഘട്ടമാണ്. നമ്മൾ ഈ പറയുന്ന പാരമ്പര്യം എന്ന് പറയുന്ന ഒരൊറ്റ രഥയെ പല വഴികളാക്കി വിഘടിപ്പിച്ചെടുത്ത ആധുനികാനന്തരതയുടെ ഘട്ടത്തിലേക്കുള്ള സംക്രമണത്തിന്റെ ഒരു വഴി ആറ്റൂരിൽ നിന്ന് പുറപ്പെടുന്നത് നമ്മൾ ഉദാത്തം എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് നമ്മൾ കാണും. നൂറായി നുറുങ്ങട്ടെ എന്ന് പറയുന്നിടത്ത് നൂറായി നുറുങ്ങട്ടെ ക്ഷീരപഥത്തിൻ തിളപ്പുകൾ എന്നും ആറ്റൂര് ആ കവിതയ്ക്കകത്ത് പറയുന്നുണ്ട്. നാഗരികതയുടെ സംഘർഷങ്ങൾ ഒരുപക്ഷെ ആധുനിക കവികൾ പൊതുവെ പങ്കുവെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം ആറ്റൂരും ധാരാളം കവിതകളിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. നാഗരികതയുടെ വിമർശനങ്ങൾ ആറ്റൂര് ഇപ്പോൾ ഒട്ടോവിൽ പാട്ട് പോലുള്ള കവിത, അതുപോലെ സംക്രമണം 70കളിൽ വന്ന ഒരുപക്ഷെ ഇന്നും മലയാളത്തിലെ ഏറ്റവും തീക്ഷ്ണമായി ഈ ആധുനികതയുടെ ഒരു വിഴുപ്പുകളെ പുറത്തേക്ക് എടുത്തു വെച്ച കവിതയായിരുന്നു സംക്രമണം എന്ന് പറയുന്ന കവിത. അതുപോലെ നഗരത്തിലൊരു യക്ഷൻ എന്ന് പറയുന്ന കവിത. ഇങ്ങനെ നാഗരികതയെ അതിൻ്റെ ഒരു വിമർശ സ്ഥാനത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ആറ്റൂരിൻ്റെ കവിതകൾ നമുക്ക് ധാരാളമുണ്ട്. എന്തായാലും ഈ മേഘരൂപൻ എന്ന കവിത 1966 കവിത രചിക്കപ്പെടുന്നത്. നേരത്തെ പിന്നെ ഉണ്ണികൃഷ്ണ മാഷ് സൂചിപ്പിച്ചതുപോലെ ധാരാളം പഠനങ്ങൾ ഉണ്ടായിട്ടുള്ള പിന്നെ കവിതയാണ്. പക്ഷേ ഭൂരിഭാഗം പഠനങ്ങളും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പി കുഞ്ഞിരാമൻ നായരിലാണ് അത് ഊന്നി നിന്നിട്ടുള്ളത്. പി കുഞ്ഞിരാമൻ നായർ എന്ന കവിക്ക് അദ്ദേഹത്തിന്റെ സമകാലത്ത് തന്നെ നിന്നുകൊണ്ട്, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നിന്നുകൊണ്ട് ആറ്റൂർ അർപ്പിക്കുന്ന ഒരു വലിയ ആദരവാണ് ഈ കവിത എന്നുള്ള രീതിയിലാണ് ഈ കവിത ഭൂരിഭാഗം വായനകളും ഈ കവിതയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ അല്ലാതെ ഉണ്ടായിട്ടുള്ള വളരെ പ്രസിദ്ധമായൊരു വായന എന്ന് പറയുന്നത് നേരത്തെ അദ്ദേഹം ഉണ്ണികൃഷ്ണ മാഷ് സൂചിപ്പിച്ച ആശുനാഥന്റെ പഠനമാണ്. അദ്ദേഹം ശൈലീ വിജ്ഞാനത്തിന്റെ ഒരു മാതൃക സ്വീകരിച്ചുകൊണ്ട്, ഒരു രീതിസ്ത്രം സ്വീകരിച്ചുകൊണ്ട് മേഘരൂപനെ വായിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം തന്നെ ആ കവിത വായിക്കാൻ എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചില മുൻകൂർ ജാമ്യങ്ങൾ എടുക്കുന്നുണ്ട്. വിശ്വനാഥ മാഷ് പറയും, ഈ ശൈലീവിജ്ഞാനത്തിന്റെ ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ശൈലീവിജ്ഞാനത്തിന് ആകെ ഭാഷയ്ക്കകത്തുള്ള കരുക്കൾ ഉപയോഗിച്ച് മാത്രമാണ് നമ്മളൊരു കവിത വായിക്കേണ്ടത്. കവിതകൾ വായിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ഈ പറയുന്ന പദങ്ങൾക്ക് ഇടയിലുള്ള ചില ചരിത്രാനുഭവങ്ങളുണ്ട്. ആ ചരിത്രാനുഭവങ്ങളിലേക്ക് നീളുന്നതാണ് കവിതയുടെ വായന എന്ന് പറയുന്നത്. ചരിത്രവൽക്കരിക്കാതെ, അനുഭവങ്ങളെ ചരിത്രവൽക്കരിക്കാതെ, അനുഭൂതികളെ ചരിത്രവൽക്കരിക്കാതെ കവിതയുടെ വായന ഇന്ന് ഒട്ടും സാധ്യമാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ശൈലീ വിജ്ഞാനത്തെ മാത്രം മുൻനിർത്തിയിട്ട് ഒരു കവിതയെ വായിക്കുക എന്ന് പറയുന്നത് അല്പം സാഹസമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ താനത് വായിക്കുക, ആ രീതിയിൽ ഒരു വായന നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അത്തരം ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ് ആർ വിശ്വനാഥൻ, മലയാളത്തിലെ മൗലികതയുള്ള നിരൂപകരിൽ ഒരാളായിരുന്നു വിശ്വനാഥ മാഷ്. വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ, പക്ഷെ നന്നായി എഴുതിയിട്ടുള്ള ഒരാളാണ് വിശ്വനാഥ മാഷ്. അത്തരം ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നത് മേഘരൂപന്റെ പഠനത്തിന് തൊട്ട് മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള രാജേന്ദ്രൻ ഇടത്തങ്കര മനോഹരമായൊരു പഠനം ഈ കവിതയ്ക്ക് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഖ്യാനങ്ങളുടെ പുസ്തകം എന്ന കൃതിക്കകത്ത് ആ പഠനമുണ്ട്. ഒരുപക്ഷെ ഈ കുഞ്ഞിരാമൻ നായരെ മുൻനിർത്തിയിട്ട് ആ കവിതയെ വളരെ സൗന്ദര്യാത്മകമായിട്ട് വായിച്ചെടുക്കുന്ന ആ കവിതയുടെ ഒരു ബഹുപാഠ പരതയെ
വായിച്ചെടുക്കുന്ന പിന്നെ ഒരു നിരൂപണമാണ് രാജേന്ദ്രൻ്റേത്. അങ്ങനെ ഒത്തിരി പഠനങ്ങൾ ഈ മേഖലയിൽ ഈ കവിതയെ മുൻനിർത്തിയിട്ട് ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി വായനകൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പി കുഞ്ഞിരാമൻ നായരെ മുൻനിർത്തിയിട്ട് തന്നെയാണ് രൂപം കൊണ്ടിട്ടുള്ളത്. മേഘം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സർവലൗകികമായ ഒരു കവിരൂപകമാണത്. ഒരുപക്ഷെ ലോകത്തിലെ മിക്കവാറും ഒട്ടുമിക്ക സംസ്കൃതികളിലും മേഘം ഒരു വലിയ മെറ്റഫറായി കവിതയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കവിതയ്ക്കകത്തും നാടകത്തിലുമൊക്കെ ഈ മേഘം എന്ന് പറയുന്നത് ഒരു വലിയ രൂപകമാണ്, ഒരു വലിയ മെറ്റഫറാണ്. സംസ്കൃതത്തിൽ കാമരൂപൻ എന്ന് പറയാറുണ്ട്. കാളിദാസന്റെ പ്രയോഗമാണ് കാമരൂപൻ എന്ന് പറയുന്ന പ്രയോഗം. ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കാവുന്നവൻ എന്നാണ് വാക്കിന്റെ അർത്ഥം. മേഘത്തെ അങ്ങനെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ മേഘം ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കുന്നതാണോ അതോ കാണുന്ന ആൾ ഇഷ്ടമുള്ള രീതിയിൽ കാണുന്നതാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ കാമരൂപൻ എന്ന് പറയുന്നത് ഇഷ്ടമുള്ള രൂപമായി കാണുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് അർത്ഥം പറയാവുന്ന ഒന്നാണ്. എന്തായാലും പിന്നെ ഈ കാളിദാസന്റെ ഈ പിന്നെ കാമരൂപനെ മേഘത്തെ മുൻനിർത്തിയിട്ടാണ് മേഘദൂതം എന്ന കാവ്യമുണ്ടായത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഈ മേഘദൂതം എന്ന് പറയുന്ന കൃതിക്കകത്ത് അതിനകത്തെ മേഘം ഈ തിണ്ടുകുത്തി കളിക്കുന്ന ഒരു ആനയുടെ രൂപമായിട്ടാണ് കാളിദാസൻ അതിനെ സങ്കല്പിച്ചിട്ടുള്ളത്. ഒരു ആനയെ പോലെ, തിണ്ടുകുത്തി കളിക്കുന്ന ഒരു ആനയെ പോലെ എന്ന് ആ മേഘത്തെ, രാമഗിരി ആശ്രമം നിരകളിൽ നിന്ന് ആ മേഘത്തെ കാണുന്ന യക്ഷന്റെ മനസ്സ് കാളിദാസൻ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന മേഘത്തെ കാളിദാസന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പിന്നെ ധൂമജ്യോതി സലില മരുതാം സന്നിപാതം എന്നാണ് കാളിദാസൻ ഉപയോഗിക്കുന്ന ഒരു വിശേഷണം. അതൊരു മിശ്രണമാണ്. ധൂമജ്യോതി സലില മരുതാം സന്നിപാതം ഒരു മിശ്രണമാണത്. പലതിൻ്റെയും പല വിപരീതങ്ങളുടെയും പല വൈരുദ്ധ്യങ്ങളുടെയും ഒരു ചേർത്തുവെപ്പാണ് മേഘം എന്ന് പിന്നെ കാളിദാസൻ പറയുന്നുണ്ട്. അതിനെ മുൻനിർത്തിയിട്ട് ഒരുപക്ഷെ ഈ കാളിദാസന്റെ മേഘ സന്ദേശത്തിന് ഏറ്റവും മികച്ച മലയാളത്തിൽ വന്നിട്ടുള്ള ഒരു പഠനം എന്ന് പറയാവുന്നത് നമുക്കറിയാവുന്നതുപോലെ എം.പി. ശങ്കുണ്ണി നായരുടെയാണ്. എം.പി. ശങ്കുണ്ണി നായർ ആ പഠനത്തിനകത്ത് പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ കാളിദാസ കവിതയുടെ ആഴത്തിലേക്ക് നമുക്ക് ചെല്ലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ മേഘം ജീവിതത്തിന്റെ തന്നെ രൂപകമാവുന്നത് എന്നതാണ്. മേഘം എങ്ങനെയാണ് വ്യത്യസ്ത രൂപങ്ങൾ ആർജിക്കുകയും അത് മാറിക്കൊണ്ടിരിക്കുകയും പിന്നീട് മറ്റൊന്നിലേക്ക് വിലയം പ്രാപിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിന്റെ ഈ അവസ്ഥാന്തരങ്ങളുടെ ഒരു രൂപകമായി തീരുന്നത് എന്ന് എം.പി. ശങ്കുണ്ണി നായർ വിശദീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ പിന്നെ ഈ മേഘദൂതത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ള വളരെ മികച്ചൊരു കവിതയുണ്ട് മലയാളത്തിൽ. അത് അക്കിത്തത്തിന്റെ നിത്യമേഘം എന്ന കവിതയാണ്. ഒരുപക്ഷെ ആറ്റൂരിന്റെ മേഘരൂപന് വളരെ കൃത്യമായൊരു മുൻഗാമി എന്ന് വിളിക്കാവുന്ന കവിതയാണ് നിത്യമേഘം എന്ന് പറയുന്ന കവിത. നിത്യമേഘം യഥാർത്ഥത്തിൽ കാളിദാസ കവിതയെ തന്നെ മേഘത്തെ കാളിദാസ കവിതയുടെ രൂപകമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ ഒരു സങ്കല്പശേഷിയുടെ സ്വരൂപങ്ങളാണ് കവിതകൾ യഥാർത്ഥത്തിൽ. ആ അർത്ഥത്തിൽ മേഘങ്ങൾ ഇങ്ങനെ നമുക്ക് വ്യത്യസ്ത മാതൃകകളിൽ കാണാവുന്ന, വ്യത്യസ്ത രീതികളിൽ വായിച്ചെടുക്കാവുന്ന, വ്യത്യസ്ത രൂപങ്ങൾ ആർജിക്കാവുന്ന മേഘത്തിന്റെ ആ സാധ്യതകളെ കവിതയിലേക്ക് ചേർത്ത് വെക്കുകയാണ് അക്കിത്തം ചെയ്യുന്നത്. ആ നിത്യമേഘം എന്ന് പറയുന്ന പിന്നെ ഒരു കവിതയുടെ ഒരു പിൽക്കാലത്ത് നമുക്കൊന്ന് വേണമെങ്കിൽ ഈ കവിത വായിക്കാനാവും. ഈ മേഘരൂപൻ എന്നുള്ള കവിത വായിക്കാനാവും. ആറ്റൂരിന്റെ മേഘരൂപൻ ഞാൻ അധികം വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്ക് 1 മണിക്കൂറിൻ്റെ സമയമുള്ളത് കൊണ്ട്, സമയപരിമിതി ഉള്ളത് കൊണ്ട് കവിതയിലേക്ക് പ്രവേശിക്കുകയാണ്. മേഘരൂപൻ എന്നുള്ള കവിത ആരംഭിക്കുന്നത് സഖ്യനേക്കാൾ തലപ്പൊക്കം നിളയേക്കാളും ആർദ്രത ഇണങ്ങി നിന്നിൽ സൽപുത്രന്മാരിൽ പൈതൃകം ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാണ് ആദ്യത്തെ ഒരു ശ്ലോകം എന്ന് പറയുന്നത്. ആദ്യത്തെ വരികൾ അങ്ങനെയാണ്. ആദ്യം നമ്മുടെ നമ്മൾ കാണുന്ന, നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വാക്ക് തലപ്പൊക്കം എന്നുള്ളതാണ്.
മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ നിരന്തരം ഈ ഉത്സവങ്ങളിൽ തിടമ്പെഴുന്നള്ളിച്ച് നിൽക്കുന്ന ആനകളെ കണ്ടിട്ടില്ല. ആനപ്രേമം എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വാക്ക്, ഇത്ര ഒരു കോയിനേജ് മലയാളത്തിലാണുള്ളത്. ആനപ്രേമം എന്ന് പറയുന്നത്, ആനപ്രേമികൾ, ആനപ്രേമി സംഘം. ഒരുപക്ഷെ വേറൊരു ഭാഷയിൽ ഇത് ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു ആനപ്രേമികളുടെ ഒരു നാടായ കേരളത്തിൽ ഈ തലപ്പൊക്കം, തലയെടുപ്പ് എന്ന് പറയുന്ന ഈ ഒരു വാക്ക് ഒരു പ്രത്യേക അനുഭവ ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. സഹ്യനേക്കാൾ തലപ്പൊക്കം, നിളയേക്കാളും ആർദ്രത എന്നാണ്. സഹ്യനും നിളയും ചേർന്ന് ഈ തലപ്പൊക്കം എന്ന് പറയുന്ന ഒരു അനുഭവം, സഹ്യനേക്കാൾ തലപ്പൊക്കം, തലയെടുപ്പുള്ള എന്ന് പറയുന്ന അത്തരം ഒരു കേരളീയ ബോധ തലയെടുപ്പാണ് ഒരാളുടെ ശ്രേഷ്ഠതയ്ക്ക്, ഒരാളുടെ ഒരു ഉയർച്ചയ്ക്ക്, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ മതിക്കുന്നതിന് ഒക്കെയുള്ള നമ്മളുടെ ഒരു അളവുകോൽ അതാണ്, തലയെടുപ്പാണ്. ആനകളെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് തിടമ്പെഴുന്നള്ളിക്കാനുള്ള ആനയെ നമ്മൾ ഏറ്റവും ഉയരത്തിൽ മസ്തകം ഉയർത്തിപ്പിടിക്കുന്ന ആനയെ തന്നെ തിടമ്പെഴുന്നള്ളിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആനയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആ കവിത ആരംഭിക്കുന്നത്. സഖ്യനേക്കാൾ തലപ്പൊക്കം, നിളയേക്കാളും ആർദ്രത. രണ്ട് വിപരീത സ്ഥാനങ്ങൾ കവിതയിൽ കൂട്ടിമുട്ടുകയാണ്. ഒന്ന് സഖ്യനേക്കാൾ തലപ്പൊക്കം, മറ്റൊന്ന് നിളയേക്കാളും ആർദ്രത. ഒരു ഉയരവും ഒരാഴവും. അപ്പൊ ഈ രണ്ട് വിപരീതങ്ങളുടെ ഒരു ചേർച്ച ഉണ്ടാവുകയാണ്. ഒന്ന് ശരീരത്തെ സംബന്ധിച്ചുള്ളതാണ് ഒരു സൂചന. സഖ്യനേക്കാൾ തലപ്പൊക്കം ശാരീരികമായിട്ടുള്ള ഉയർച്ചയാണ്. നിളയേക്കാളും ആർദ്രത, അത് മാനസികമായൊരു അനുഭവത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആർദ്രത മനസ്സിന്റെ അനുഭവമാണ്. അപ്പോൾ ശരീരത്തിന്റെയും മനസ്സിന്റെയും, ആകാരത്തിന്റെയും മനസ്സിന്റെയും സവിശേഷതകളിൽ ഊന്നിക്കൊണ്ടാണ് ഇത് ഈ ആദ്യത്തെ രണ്ട് വരി അവതരിപ്പിക്കുന്നത്. അത് രണ്ടും വ്യത്യസ്തമാണ്. ഒന്ന് വലിയ ഉയരവും മറ്റൊന്ന് വലിയ ആഴവുമാണ്. മനസ്സിന്റെ ആഴവും ശരീരത്തിന്റെ ഉയരവും. അപ്പൊ ഇങ്ങനെ ഈ പ്രത്യക്ഷത്തിൽ വിപരീതമെന്ന് തോന്നുന്ന രണ്ടെണ്ണം അതേസമയം അവ ചേർന്ന് നിൽക്കുകയാണ്. ഉയരവും ആഴവും എങ്ങനെയാണ് ഒരാൾക്ക് വലിപ്പം നൽകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വിപരീതങ്ങളുടെ ചർച്ചയിലൂടെ ഒരാൾക്കുണ്ടാകുന്ന വലിപ്പത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടാണ് കവിത ആരംഭിക്കുക. അതിശയോക്തിയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. സഹ്യനേക്കാൾ എന്നാണ് പറയുക, നിളയേക്കാൾ എന്നാണ് പറയുക. സഹ്യനേക്കാൾ തലപ്പൊക്കം, നിളയേക്കാളും ആർദ്രത എന്നാണ് ഉപയോഗിക്കുന്ന വാക്ക്. ഒരു ഉപമയിൽ നിന്നുണ്ടാവുന്ന അതിശയോക്തി. ഈ എന്തുകൊണ്ട് ഈ അതിശയോക്തി എന്നുള്ളൊരു ചോദ്യം വരും. എന്തുകൊണ്ട് സഹ്യനേക്കാൾ തലപ്പൊക്കം? കാരണം ആന എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കവിഞ്ഞ അനുഭവം. കുഞ്ഞിരാമൻ നായരെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് പറയാനാവും. കാരണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിക്ക് ഉൾക്കൊള്ളാനാവാത്ത, മലയാളിയുടെ വളരെ പരിമിതമായ ഒരു ബോധത്തിനകത്ത് അതിന് പുറത്തേക്ക് തെറിച്ചു നിൽക്കുന്ന, എത്തിച്ചു നിൽക്കുന്ന, അതിന് പുറത്ത് കടന്നാൽ മാത്രം പൂർണ്ണമാകുന്ന ഒരു അനുഭവമാണ് കുഞ്ഞിരാമൻ നായരുടേത്. കുഞ്ഞിരാമൻ നായർ ഒരു വ്യക്തിയല്ല, ഒരു അനുഭവമാണെന്ന് പറയാറുണ്ട്. രാജേന്ദ്രൻ ഇടത്തൻകാരൻ അദ്ദേഹത്തിന്റെ പഠനത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം, കുഞ്ഞിരാമൻ നായർ വേണ്ടത്രയല്ല, വേണ്ടതിലധികമാണ് എന്നാണ്. കുഞ്ഞിരാമൻ നായർ വേണ്ടത്രയല്ല, വേണ്ടതിലധികമാണ് എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന ഈ ഒരു അധികമാനത്തെ സൂചിപ്പിക്കാനാണ് ഈ ഒരു അതിശയോക്തിയെ കവി കൂട്ടുപിടിക്കുന്നത്. സഹ്യനേക്കാൾ തലപ്പൊക്കം, നിളയേക്കാളും ആർദ്രത എന്ന് പറയുന്നത്. സഹ്യനും നിളയും കുഞ്ഞിരാമൻ നായരുടെ രണ്ട് ഇഷ്ട അനുഭവ ലോകങ്ങൾ കൂടിയായിരുന്നു എന്നുള്ളത് നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് കാണേണ്ടതുണ്ട്. അടുത്ത വരി ആരംഭിക്കുന്നത് ഇണങ്ങി എന്നാണ്. ഇണങ്ങി നിന്നിൽ എന്നാണ്. ഇണങ്ങി നിൽക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ശരീരത്തിന്റെ ഈ ഉയർച്ചയും മനസ്സിന്റെ ഈ ആഴവും, മനസ്സിന്റെ ഈ ആർദ്രതയും. അപ്പൊ ഈ ഒരു ആഴമേറിയ അനുഭവവും ഉയരമേറിയ അനുഭവവും നിന്നിൽ ഇണങ്ങി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു ഇണക്കം, പ്രത്യക്ഷത്തിൽ വിരുദ്ധമെന്ന് തോന്നുന്ന ഈ രണ്ട് അനുഭവങ്ങൾ, ഒന്ന് വലിയ ഉയരം, മറ്റൊന്ന് വലിയ ആഴം. അപ്പൊ ഈ ആഴവും ഉയരവും ഇണങ്ങി നിൽക്കുന്നു. അവ രണ്ടും പരസ്പര പൂരകമായി നിൽക്കുന്നു നിന്നിൽ. അവ രണ്ടും നിന്റെ വലുപ്പത്തിനെ സപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ. അത് ഈ ഇണക്കം എന്നുള്ള, ഇണങ്ങി എന്ന് പറയുന്ന ഈ വാക്ക് ഒരു ആനയെ സംബന്ധിച്ചാകുമ്പോൾ നമുക്കറിയാം അതിനൊരു പ്രത്യേക അർത്ഥം കൂടിയുണ്ട് ആ വാക്കിന്. ഇണങ്ങി എന്ന വാക്ക് കേവലം ഈ രണ്ട് സവിശേഷതകൾ ഇണങ്ങി എന്നുള്ളത് മാത്രമല്ല, ആനയുടെ ഇണക്കം എന്ന് പറയുന്നത് മറ്റൊരു അനുഭവം കൂടിയാണെന്നുള്ള സൂചനയും നമുക്കവിടെ കാണാൻ കഴിയും. വാക്ക് ഏറ്റവും ഔചിത്യപൂർവ്വമായി അറ്റൊരു ഉപയോഗിക്കുന്നത്. ഇനി ഈ ഒരു ഇതിനകത്തേക്ക് ഇപ്പോൾ സഹ്യൻ, നിള, ഈ രണ്ട് അനുഭവങ്ങൾ ചേർത്ത് വെക്കുന്നതോട് തന്നെ കേരളക്കരയുടെ ഒരു ചിത്രം നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്.
സഹ്യൻ, നിള. അല്ലെ, കേരളക്കര പൂർണ്ണമായി നിൽക്കുന്ന ഒരു ചിത്രം നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആനയുടെ ഒരു വലിയ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു ആന, കേരളത്തിന്റെ ഒരു സാംസ്കാരിക ചിഹ്നം എന്നൊക്കെ പറയാവുന്ന തരത്തിൽ അങ്ങനെയുള്ള ഒരു കേരളീയ അനുഭവത്തെ ഒരു ശ്ലോകത്തിനകത്ത് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് കവി. അതാണ് എൻട്രി. കവിതയുടെ പ്രവേശ സ്ഥാനം അതാണ്. കേരളീയത എന്ന് പറയുന്ന മഹാനുഭവത്തെ അതിനെ ഇങ്ങനെ ചില സൂചകങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇനി ആ കവിതയ്ക്ക് അടിയിലേക്ക്, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വരികൾക്കടിയിലേക്ക് പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് ഡി വിനയചന്ദ്രൻ എഴുതിയിട്ടുള്ള ഒരു കവിതയുടെ തലക്കെട്ട്, ശീർഷകം പി സമസ്ത കേരളം പി ഒ എന്നാണ് ആ കവിതയുടെ തലക്കെട്ട്. അതുകൂടെ ചേർത്ത് വെച്ച് നോക്കും. കേരളം എന്ന് പറയുന്ന ഒരു അനുഭവത്തെ ഒരു പക്ഷേ ഇത്രമേൽ ഇണക്കത്തോടു കൂടി പറയാവുന്ന ഒരാൾ പി കുഞ്ഞിരാമൻ നായരാണ്. സമസ്ത കേരളം പി ഒ എന്നുള്ളത് പിക്ക് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച ഒരു ഹാഷ്ടാഗാണ്. മറ്റൊരാൾക്കും എടുത്തു പറയാൻ കഴിയാത്ത കേരളമായിരുന്നു അദ്ദേഹം. കേരളമായിരുന്നു അദ്ദേഹത്തിന്റെ നാട്. കേരളത്തിന്റെ ഒരു എന്താ പറയുക, കേരളീയ പ്രകൃതിയെ സംബന്ധിച്ച് കുഞ്ഞിരാമൻ നായർ പറഞ്ഞിരിക്കുന്ന ഇത്തരം ഒട്ടേറെ കാര്യങ്ങൾ, കേരളീയ പ്രകൃതി, അതിന്റെ ഒരു സൗന്ദര്യാനുഭവം, ഇതിനെ കുറിച്ചൊക്കെ, അത് അനുഭവം എന്നുള്ള രീതിയിലല്ല, മറിച്ചൊരു അനുഭൂതി ലോകം എന്നുള്ള രീതിയിൽ കുഞ്ഞിരാമൻ നായർ തന്റെ കവിതയിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് കേരളത്തെ. അപ്പോൾ ആ കേരളത്തെയാണ് അവതരിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഈ കവിതയുടെ ആദ്യത്തെ ശ്ലോകം ആരംഭിക്കുന്നത് എന്ന് നമുക്ക് പറയാനാവും. ഇനി മറ്റൊരു സവിശേഷതയും കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് ആലോചിക്കേണ്ടതുണ്ട്. സഹ്യനേക്കാൾ തലപ്പൊക്കം, നിളയേക്കാളും ആർദ്രത. ഈ രണ്ട് ഉപമാനങ്ങളും, സഹ്യൻ, നിള, ഈ രണ്ട് ഉപമാനങ്ങളുടെയും ഒരു സവിശേഷത, അത് ഒന്ന് ഒരു സ്ഥിര രാശിയെ സൂചിപ്പിക്കുന്നതും മറ്റൊന്ന് ഒരു ചരരാശിയെ സൂചിപ്പിക്കുന്നതുമാണ്. ഒന്ന് അചലമാണ്, ചലിക്കാത്തതാണ്. മറ്റൊന്ന് ഒഴുകുന്നതാണ്, ഒഴുകിക്കൊണ്ടേയിരിക്കുന്നതാണ്. ചലിതബിംബമാണ്, ചരരാശിയിലുള്ളതാണ്. ഒന്ന് സ്ഥിരരാശിയിലുള്ളതാണ്. കുഞ്ഞിരാമൻ നായരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിരാമൻ നായർ തന്റെ ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ച സംഘർഷം യഥാർത്ഥത്തിൽ ഇതായിരുന്നു. ഈ സ്ഥിരരാശിയും ചരരാശിയും തമ്മിലുള്ള സംഘർഷമായിരുന്നു. കുഞ്ഞിരാമൻ നായരുടെ ചുറ്റിലുമുള്ള ലോകം എന്ന് പറയുന്നത് പലപ്പോഴും ഈ പറയുന്ന സ്ഥിരരാശിത്വം അതിന്റെ മുഖ്യ ലക്ഷണമായി നിൽക്കുമ്പോൾ, ഒരു കവി എന്നുള്ള നിലയിൽ, വ്യക്തി എന്നുള്ള നിലയിൽ കുഞ്ഞിരാമൻ നായർ എപ്പോഴും ചരരാശിത്വത്തിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട, അല്ലെങ്കിൽ അതിലൂടെ മാത്രം ജീവിതം സാധ്യമാകുന്ന, അത് ജീവിതത്തിന്റെ സാധ്യതയോ അസാധ്യതയോ ഒക്കെ ആയി മാറുന്ന ഒരു അനുഭവം കുഞ്ഞിരാമൻ നായർക്കുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിരാമൻ നായരുടെ ഒരു വലിയ സംഘർഷത്തിലേക്ക് കൂടി വാതിൽ തുറന്നു വെച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. ആ സംഘർഷം പിന്നീട് ഈ കവിതയിൽ ഉടനീളം വികസിക്കുന്നത് നമുക്ക് കാണാനാവും. ഈ കവിതയുടെ ഒരു കോർ എന്ന് പറയുന്നത്, കവിതയുടെ ഒരു സത്ത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ സംഘർഷമാണ്. ഈ പറയുന്ന സ്ഥിര ചരരാശികളുടെ പരസ്പര സംഘർഷം. ആ സംഘർഷത്തെ കൂടി ധ്വനിപ്പിക്കുമാറ് സഹ്യനെയും നിളയെയും ഉപമാനങ്ങളായി ചേർത്ത് വെച്ചിരിക്കുകയാണ് ആറ്റൂർ ആ കവിതയ്ക്കകത്ത്. ഈ സഹ്യന്റെ തലപ്പൊക്കവും, അല്ലെങ്കിൽ സഹ്യനേക്കാൾ ഉയർന്നു നിൽക്കുന്ന തലപ്പൊക്കവും നിളയേക്കാളും ആഴമുള്ള ആർദ്രതയും ഇണങ്ങി നിൽക്കുന്ന കുഞ്ഞിരാമൻ നായരെ കുറിച്ച് പറയുമ്പോൾ തന്നെ, ആ ഇണക്കത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ, അതിന്റെ കലക്കത്തെക്കുറിച്ചുകൂടി, അതിന്റെ പിണക്കത്തെക്കുറിച്ചുകൂടി പറയാതെ പറയുന്നുണ്ട് ഈ ആദ്യത്തെ എൻട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാനാവും. യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞിട്ട് വരുന്നൊരു വാക്ക് സൽപുത്രന്മാരിൽ പൈതൃകമെങ്ങനെ എന്നാണ്. അതൊരു പ്രശ്നമുള്ള ഒരു പ്രയോഗമാണ്. നമ്മൾ കുഞ്ഞിരാമൻ നായർ ഈ കവിതയുടെ ഒരു ലക്ഷ്യസ്ഥാനമായിട്ട് നമ്മൾ കാണുന്ന സമയത്ത് ഈ സൽപുത്രൻ, പൈതൃകം തുടങ്ങിയിട്ടുള്ള വാക്കുകളൊന്നും കുഞ്ഞിരാമൻ നായരുടെ ഒരു ജീവിതവുമായി ചേർന്ന് പോവാത്തതാണ് എന്നുള്ളത് നമുക്കറിയാം. കുഞ്ഞിരാമൻ നായരുടെ ഒരു ജീവചരിത്രവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ കവിതകളുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ ആത്മകഥകളുമായി ബന്ധപ്പെട്ടൊക്കെ പി എപ്പോഴും ആകുലപ്പെടുന്ന ഒരു കാര്യം, പി എപ്പോഴും വിഷാദിയായി തീരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന തനിക്കൊരിക്കലും ഒരു സൽപുത്രനാവാൻ കഴിയില്ലല്ലോ, പൈതൃകത്തോട് നീതി പുലർത്താൻ കഴിയില്ലല്ലോ എന്നൊക്കെയുള്ള വലിയ ആകുലതകൾ കുഞ്ഞിരാമൻ നായർ എപ്പോഴും പുലർത്തുന്നത് നമുക്ക് കാണാനാവും. ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാരമ്പര്യത്തെക്കുറിച്ചുള്ള ആറ്റൂരിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ആറ്റൂരിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ കൃത്യമായി അതിന്റെ ഒരു എന്താ പറയുക, പകർപ്പെടുക്കലല്ല, അതിന്റെ കേവലാനുകരണങ്ങൾ സൃഷ്ടിക്കലല്ല, മറിച്ച്
അത് അർത്ഥപൂർണമായ തുടർച്ചകളാണ് എന്നുള്ളത്. ഇടർച്ചകൾ തന്നെ തുടർച്ചകളായി തീരുന്ന അനുഭവം എന്ന് പറയുന്നതാണ് ആറ്റൂരിന്റെ പാരമ്പര്യം എന്ന് പറയുന്ന സങ്കല്പം. അപ്പൊ അത്തരം ഒരു സങ്കല്പത്തെ മുൻനിർത്തിയിട്ട് ആലോചിച്ചാൽ യഥാർത്ഥത്തിൽ കുഞ്ഞിരാമൻ നായർ എന്ന് പറയുന്ന കവി, അല്ലെങ്കിൽ കുഞ്ഞിരാമൻ നായർ എന്ന് പറയുന്ന കവിത, അങ്ങനെയും പറയാം. കുഞ്ഞിരാമൻ നായർ സ്വയമേ ഒരു കവിതയായിരുന്നു. അപ്പൊ കുഞ്ഞിരാമൻ നായർ എന്ന് പറയുന്ന കവിത യഥാർത്ഥത്തിൽ ഈ പറയുന്ന എന്താ പറയുക, പൈതൃകം എങ്ങനെയാണോ സൽപുത്രന്മാരിൽ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്നത്, അതുപോലെ തന്നെ പാരമ്പര്യത്തിന്റെ അർത്ഥപൂർണമായൊരു തുടർച്ചയായിരുന്നു എന്നും നമുക്ക് പറയാനാണ്. അപ്പൊ എന്തായാലും ഈ കവിതയുടെ ആദ്യത്തെ നാല് വരിയിൽ തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഒരു എൻട്രിയിൽ തന്നെ, അതിന്റെ ഒരു പ്രവേശ സ്ഥാനത്ത് തന്നെ ഈ കവിതയിൽ വികസിക്കാനിരിക്കുന്ന ഒരു വലിയ സംഘർഷത്തിന്റെ, അല്ലെങ്കിൽ കവിത നമ്മളെ കൊണ്ട് എന്നെത്തിക്കുന്ന സംഘർഷാത്മകമായ ഒരു ലോകത്തിന്റെ സൂചനകളിലേക്ക് വാതിൽ തുറന്നു വെച്ചുകൊണ്ടാണ് ഈ കവിതയുടെ പ്രവേശസ്ഥാനം നിലകൊള്ളുന്നത് എന്ന് നമുക്ക് കാണാം. നിനക്കെഴുതുവാൻ പൂഴി വിരിപ്പു ഭാരതപ്പുഴ, നിനക്കു കാണുവാൻ മാനം നിർത്തുന്നു വർണ്ണപുസ്തകം. നിനക്കെഴുതുവാൻ പൂഴി വിരിപ്പു ഭാരതപ്പുഴ, നിനക്കു കാണുവാൻ മാനം നിർത്തുന്നു വർണ്ണപുസ്തകം എന്ന് അടുത്ത ശ്ലോകം. നിനക്ക് എഴുതുവാൻ പൂഴി വിരിപ്പു ഭാരതപ്പുഴ. നിളയായിരുന്നു, നിളയുടെ നിത്യകാമുകനായിരുന്നു പി എന്നുള്ളത് നമുക്കറിയാം. ഒരുപക്ഷെ ലോകത്തിൽ കണ്ട പുഴകളെയൊക്കെ നിളയായി സങ്കല്പിച്ച ഒരാൾ കൂടിയാണ്. കേരളം എന്നാൽ ഈ പറയുന്ന നിളാതീരം എന്ന് ഒരർത്ഥത്തിൽ അതിന്റെ ഒരു ചുരുക്കൽ കൂടി പി നടത്തിയിട്ടുണ്ട്. അത്ര മേൽ നിളയും നിളയുടെ മണൽപ്പരപ്പും പിയെ സംബന്ധിച്ചിടത്തോളം തന്റെ കാവ്യങ്ങളുടെ ഭൂമികയായിരുന്നു. തമിഴ്നാട്ടിലും തൃശ്ശൂരുമായി നടക്കുന്ന ഒട്ടേറെ കാവ്യ സമ്മേളനങ്ങളിൽ പലപ്പോഴും പി കവിത എഴുതാതെ കവിത അവതരിപ്പിക്കാൻ വേണ്ടി ചെല്ലുകയും നിളയുടെ മണൽപ്പരപ്പിലേക്ക് പോയി അവിടെ ഇരുന്നുകൊണ്ട് കവിത എഴുതുകയും ചെയ്യുന്ന, നിളയുടെ മണൽപ്പരപ്പുകളിൽ എത്രയോ രാവുകളിൽ നിലാവ് കുടിച്ചുകൊണ്ട് അലഞ്ഞു നടന്ന ഒരു കാൽപ്പനികമായ അനുഭവങ്ങളെ അനുഭൂതികളായി സ്വയം ഉൾക്കൊണ്ട അങ്ങനെ ഒരാൾക്കാണ് നിലാവ് കുടിക്കാനാവുക. അനുഭവങ്ങളായി മാത്രം കാണുന്ന, അല്ലെങ്കിൽ യുക്തിപൂർവ്വം അതിനെ സമീപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരിക്കലും ആ അനുഭവങ്ങളെ അനുഭൂതികളാക്കി മാറ്റാനാവില്ല. അനുഭവങ്ങളിൽ അനുഭൂതികളാവുന്നത് യുക്തിക്കപ്പുറത്ത് ആ അനുഭവങ്ങളെ കൊണ്ടുപോകാനാവുമ്പോഴാണ്. അങ്ങനെ ഒരാൾക്കാണ് നിലാവ് കുടിക്കാനാവുക. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന നിളയും നിളയുടെ മണൽപ്പരപ്പും കവിയുടെ എക്കാലത്തെയും വലിയ കാവ്യം എഴുതുന്നതിന്റെ തറയായിരുന്നു. ആ മണൽപ്പരപ്പിലാണ്, ആ പൂഴിമണലിലാണ് അദ്ദേഹം എഴുതിയത്. ഭൗതികമായ പ്രതലം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് പിയുടെ കവിതയുടെ സാംസ്കാരികമായ പ്രതലം അതായിരുന്നു എന്നൊരർത്ഥത്തിലാണ്. നിനക്കെഴുതുവാൻ പൂഴി വിരിപ്പു ഭാരതപ്പുഴ, അത് നിനക്ക് വേണ്ടിയാണ് ഭാരതപ്പുഴ എന്നാണ് പറയുക. നിനക്കു കാണുവാൻ മാനം നിർത്തുന്നു വർണ്ണപുസ്തകം. ആകാശം ഒരു വർണ്ണപുസ്തകം നിവർത്തി വെക്കുകയാണ് നിനക്ക് കാണുന്നതിന് വേണ്ടിയിട്ട്. ആകാശത്തെ വർണ്ണപുസ്തകമായി സങ്കല്പിക്കുന്ന നിരവധി പ്രയോഗങ്ങൾ, കാവ്യാത്മകമായ പ്രയോഗങ്ങൾ പി നടത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ആകാശവും നക്ഷത്ര ലോകവും ഒക്കെ, നിലാവും ഒക്കെ പിയെ സംബന്ധിച്ചിടത്തോളം എക്കാലവും തന്റെ ഈ കാവ്യാനുഭൂതികളുടെ ഭാഗവുമായിരുന്നു. നമുക്കതറിയാമാവും. പിയുടെ ആത്മകഥകൾ വായിക്കുമ്പോൾ പോലും നമ്മൾ അത്തരം നിത്യകന്യകയെ തേടി എന്ന് പറയുന്ന പിയുടെ ആത്മകഥയുടെ ആ ഭാഗമൊക്കെ വായിക്കുന്ന സമയത്ത് വളരെ കൃത്യമായി ഇത് മനസ്സിലാവും. ഈ പറയുന്ന മാനം നോക്കൽ എന്താണ് എന്നുള്ളത്. പിയെ സംബന്ധിച്ചിടത്തോളം ഈ കവിതയെ സംബന്ധിച്ചുള്ള നിത്യമായ അന്വേഷണം, അവസാനിക്കാത്ത അസ്വാസ്ഥ്യജനകമായ അന്വേഷണം, കവിതയുടെ പരമമായ പദത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള നിത്യകന്യക എന്ന ആ കാവ്യസ്ഥാനത്തെ തൊടുന്നതിന് വേണ്ടിയുള്ള പിയുടെ പരമമായ അന്വേഷണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന തനിക്ക് മുമ്പിൽ നിവർത്തി വെച്ചിരിക്കുന്ന, വർണ്ണക്കുടയായി നിവർത്തി വെച്ചിരിക്കുന്ന, വർണ്ണപുസ്തകമായി നിവർത്തി വെച്ചിരിക്കുന്ന ആകാശത്തെ ഒക്കെ മുൻനിർത്തിയിട്ടുള്ളത് തന്നെയായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള പിയുടെ കാവ്യജീവിതവുമായി ബന്ധപ്പെട്ട ഈ പ്രകൃതി ബിംബങ്ങളെയൊക്കെ പിയിലേക്ക് ചേർത്ത് വെക്കുകയാണ് കവി. ഒരർത്ഥത്തിൽ ഒരു പിയുടെ ഒരു എന്താ പറയുക, കാവ്യാനുഭൂതികളുടെ ഒരു ലോകത്തെ പിക്ക് വേണ്ടി പ്രകൃതി ഒരുക്കി കൊടുത്തതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന.
ആ ആ പിന്നെ പിയെ തന്നെ ആ കവിതയുടെ ഒരു കേന്ദ്രമായി സങ്കല്പിക്കുന്നു. അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ, പ്രകൃതിയുടെ ലോകത്തിന്റെ, അല്ലെങ്കിൽ കേരളീയ കാവ്യാനുഭവ ലോകത്തിന്റെ കേന്ദ്രമായി പിയെ സങ്കല്പിക്കുന്ന ഒരു ഒരു രീതിയാണ്. നിനക്ക് മഞ്ഞുകുപ്പായം തുന്നുന്നു തിരുവാതിര, പടിക്കൽ വന്നു കൂകുന്നു പട്ടണിപ്പൊന്നുഷസ്സുകൾ. നിനക്ക് 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 എന്ന് ഇങ്ങനെ 3 വട്ടം ആവർത്തിച്ചു പറയുന്നുണ്ട്. നിനക്കെഴുതുവാൻ പൂഴി വിരിപ്പു ഭാരതപ്പുഴ, നിനക്ക് കാണുവാൻ നിർത്തുന്നു വർണ്ണ പുസ്തകം, മാനം നിർത്തുന്നു വർണ്ണ പുസ്തകം, നിനക്ക് മഞ്ഞുകുപ്പായം തുന്നുന്നു തിരുവാതിര. ഇങ്ങനെ നിനക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടാവുന്നത് എന്ന് പറയുന്നു. ഈ തിരുവാതിര മഞ്ഞുകുപ്പായം തുന്നുന്നത് നിനക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നു. ഈ നിനക്ക് എന്ന് പറയുന്നിടത്തിലൂടെ പിയെ തന്നെ ഈ അനുഭവങ്ങളുടെയൊക്കെ, ഈ കാവ്യാനുഭവങ്ങളുടെയൊക്കെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയാണ് കവി ചെയ്യുന്നത് എന്ന് കാണാനാവും. പിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞിരാമൻ നായരുടെ ഒരു അനുഭൂതി ലോകം എന്ന് പറയുന്നത്, ഇപ്പൊ മഞ്ഞുകുപ്പായം തുന്നുന്ന തിരുവാതിര എന്ന് പറയുന്നത്, ഇപ്പോ മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന തിരുവാതിര നിലാവ്. ഇപ്പോ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ചിദംബര സ്മരണം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് എഴുതുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, നിങ്ങൾ പക്ഷെ അത് വായിച്ചു കാണും. ഈ നിലാവ് ജനലഴികളിലൂടെ ഉള്ളിലേക്ക് പതഞ്ഞു വരുന്ന ഒരു സമയത്ത്, ഒരു രാത്രിയിൽ വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കാൻ ഒരുങ്ങുന്ന ഈ പറയുന്നൊരു വാക്ക്, എനിക്ക് നിലാവും ചുണ്ണാമ്പും മാറിപ്പോകുന്നു എന്ന് പറയുന്നത്. എനിക്ക് നിലാവും ചുണ്ണാമ്പും മാറിപ്പോകുന്നു എന്ന് പി പറയുന്നത് ഒരു പക്ഷെ അതൊരു കവിതയായിട്ടല്ല, അത് പക്ഷെ അതൊരു കവിതയായി പോവുകയാണ്. പിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിതം തന്നെയാണ്. അദ്ദേഹത്തിന് ഈ അനുഭവ ലോകവും അനുഭൂതി ലോകവും പരസ്പരം വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല പിയെ. അത് രണ്ടും, അതിന്റെ രണ്ടും അതിരുകൾ, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ അനുഭവത്തിൽ നിന്ന് അനുഭൂതിയിലേക്ക് കടക്കാനാവുന്ന അങ്ങനെ കൃത്യമായി അതിരുകൾ തിരിച്ചിട്ടുള്ള ഒരു ഒന്നല്ല പിയെ സംബന്ധിച്ചിടത്തോളം ഈ അനുഭൂതി മണ്ഡലം എന്ന് പറയുന്നത്. അതുകൊണ്ട് പിന്നെ പിയുടെ അനുഭൂതി മണ്ഡലത്തിന്റെ ആ വ്യതിരിക്തതയെ ഒരുപക്ഷെ മറ്റൊരു കവിയിലും കാണാനാവാത്ത വിധം ജീവിതത്തിന്റെ യുക്തിഭദ്രമായ ഒരു ലോകവും യുക്തിയതീതമായ ഒരു അനുഭൂതി ലോകവും, ഈ രണ്ട് അനുഭവ ലോകങ്ങൾ ഒന്നായിത്തീരുന്ന ഒരു അനുഭവം പിയിലുണ്ട്. ഒരുപക്ഷെ നമുക്ക് മറ്റൊരു കവിയിലും കാണാൻ കഴിയാത്ത, മറ്റു കവികളിൽ ഒക്കെ നമ്മൾക്ക് ഒരുപക്ഷെ ഈ പറയുന്ന രണ്ട് ലോകം വേറെ വേറെ ലോകങ്ങളായിരിക്കും. യുക്തിയതീതമായ ഒരു യുക്തി പിന്നെ അധീനമായ ഒരു സാധാരണ ലോകവും യുക്തി അതീതമായ ഒരു കാവ്യലോകവും. വൈലോപ്പിള്ളിയൊക്കെ പറയുമല്ലോ, ഉണ്ടെനിക്ക് മറ്റൊരു ജീവിതം മഞ്ഞിൽ എന്ന് പറയുമല്ലോ, കാവ്യജീവിതം മഞ്ഞിൽ എന്ന് പറയുമല്ലോ. അപ്പൊ മറ്റൊരു കാവ്യജീവിതം വേറെ തന്നെ സൂക്ഷിക്കുന്ന, ഈ കെട്ട ജീവിതത്തിന് പുറത്ത് മറ്റൊരു കാവ്യജീവിതം വേറെ തന്നെ സൂക്ഷിക്കുന്ന ഒരു അനുഭവമാണത്. പക്ഷെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പി ഈ രണ്ട് ലോകങ്ങളെയും ഈ തന്റെ യുക്തിയുടെ ലോകത്തെയും അല്ലെങ്കിൽ അനുഭവങ്ങളുടെ ഈ ലോകത്തെയും അനുഭൂതികളുടെ ലോകത്തെയും അദ്ദേഹത്തിന് പരസ്പരം മാറിപ്പോകുന്നു, അല്ലെങ്കിൽ രണ്ടിന്റെയും അതിരുകൾ മാഞ്ഞു അപ്രസക്തമായി തീരുകയും രണ്ട് ലോകവും ഒന്നായി തീരുകയും ചെയ്യുന്ന ഒരു അപൂർവമായ കാവ്യാനുഭവമായി പിയുടെ ജീവിതം തന്നെ തീരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, പി എഴുതുന്ന കവിത എന്നതുപോലെ തന്നെ പിയുടെ ജീവിതവും ഒരു കവിതയാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ അത്തരത്തിൽ പിന്നെ പിയുടെ ഒരു അനുഭൂതി ലോകത്തിന്റെ വളരെ കൃത്യമായ അതിനെ പിന്തുടർന്നുകൊണ്ടാണ് ഈ പറയുന്ന ആറ്റൂര് ഈ വരികൾ എഴുതിയിരിക്കുന്നത്. അതുപോലെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പിന്നെ ബിംബങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒന്ന് പിന്നെ പുഴയാണ്, ആകാശമാണ്, ഋതുവാണ്, പ്രഭാതമാണ്. നിനക്കെഴുതുവാൻ പൂഴി വിരിപ്പു ഭാരതപ്പുഴ, നിനക്കു കാണുവാൻ മാനം നിർത്തുന്നു വർണ്ണ പുസ്തകം, നിനക്കു മഞ്ഞുകുപ്പായം തുന്നുന്നു തിരുവാതിര, പടിക്കൽ വന്നു കൂകുന്നു പട്ടണി പൊന്നുഷസ്സുകൾ എന്ന്. ഇങ്ങനെ പുഴയും ആകാശവും ഋതുക്കളും പ്രഭാതവും എല്ലാം ഈ ബിംബങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതെല്ലാം ഒരു ചരരാശിയിലുള്ള ബിംബങ്ങളാണ്. ഇവയെല്ലാം ചരബിംബങ്ങളാണ്. ഈ ചരബിംബങ്ങളാണ് പിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കവിതയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ആറ്റൂര് ഉപയോഗിക്കുന്നത്. കാവ്യലോകത്തെ, പിയുടെ അനുഭൂതി ലോകത്തെ വിശദീകരിക്കാൻ, അല്ലെങ്കിൽ അനുഭൂതി ലോകത്തെ പിന്നെ എന്താ പറയുക, മലയാളിയുടെ കാവ്യാനുഭവ ലോകത്തിന്റെ കേന്ദ്രസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അതിന്റെ അനന്യ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ആറ്റൂര് ഉപയോഗിക്കുന്ന ഈ പറയുന്ന ബിംബങ്ങളൊക്കെയും
ചരബിംബങ്ങളാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവയൊന്നും സ്ഥിരബിംബങ്ങളല്ല, നിരന്തരമായി നിത്യസ്രവന്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒഴുകിക്കൊണ്ടിരിക്കുന്ന ബിംബങ്ങളാണ് എന്നുള്ളത് കാണാനാവും. ഇടുങ്ങിയ നിരപ്പായ തേഞ്ഞപാതകൾ വിട്ടു നീ ഉന്നതങ്ങളിൽ മേഘങ്ങൾ ഒത്തുമേയുന്ന വേളയിൽ. കവിത പിയുടെ കാവ്യാനുഭവത്തിലൂടെ തന്നെ കടന്നു പോവുകയാണ് വീണ്ടും. ഇടുങ്ങിയ നിരപ്പായ തേഞ്ഞപാതകൾ വിട്ടു നീ എന്നാണ്. തേഞ്ഞപാതകൾ എന്നാണ്. ഒത്തിരി പേർ നടന്നു തീർത്ത് തേഞ്ഞു പോയ പാതകൾ. തേയുക എന്ന് പറയുന്നത് നമ്മൾ ക്ലീഷ എന്നുള്ള വാക്ക് നമുക്ക് അങ്ങനെ ഉണ്ടായതാണ്. ഈ തേയ്മാനത്തിൽ നിന്നുണ്ടാവുന്നതാണ് ക്ലീഷ. നിരന്തര ഉപയോഗത്തിലൂടെ തേഞ്ഞു പോവുക എന്ന് പറയുന്നത്. അങ്ങനെ മലയാളത്തിന്റെ കാവ്യ പന്ഥാവിൽ, മലയാളത്തിന്റെ കാവ്യ ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ ഈ അനുശീലനത്തിന്റെ ഒട്ടേറെ തുടർവഴികൾ നമുക്ക് കാണാനാവും. അനുശീലനത്തിന്റെ തുടർവഴികളുണ്ട് നമുക്ക്. നമ്മുടെ ഭാവുകത്വത്തിൽ നിന്ന് ഭാവുകത്വ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നത് പലപ്പോഴും കുറെ കാലത്തെ തുടർച്ചകൾക്ക് ശേഷമാണ് ഇടർച്ചകൾ ഉണ്ടാവുന്നത്. അപ്പോ ഈ പിയെ സംബന്ധിച്ച് പറയുമ്പോൾ പക്ഷേ നമുക്ക് ആ വഴി മാറ്റിപ്പിടിക്കേണ്ടി വരും. കാരണം പി സഞ്ചരിച്ച വഴികൾ അതായിരുന്നില്ല. ഇടുങ്ങിയ നിരപ്പായ തേഞ്ഞ പാതകൾ വിട്ടു നീ ഉന്നതങ്ങളിൽ മേഘങ്ങൾ ഒത്തുമേയുന്ന വേളയിൽ എന്നാണ്. ഈ മേഞ്ഞത് മേഘങ്ങളോടൊത്തായിരുന്നു. അത് തീർത്തും വ്യത്യസ്തമായ വേറിട്ട ഒരു വഴിയാണത്. ഭാവനയുടെ വലിയ ഉയരങ്ങളെ ചെന്ന് തൊടലാണത്. ഭാവനയുടെ ഭൗമ സ്പർശിനികളല്ല അവിടെ. മറിച്ച് ഭാവനയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും ഉയരങ്ങൾ, അതിന് സാധ്യമാകുന്ന, അല്ലെങ്കിൽ സാധ്യതയെന്നോ അല്ലെങ്കിൽ അസാധ്യതയെന്നോ വിളിക്കാവുന്ന അസാധ്യതയെ ചെന്ന് തൊടലാണത്. മേഘങ്ങളോടൊത്താണ് ഈ കവി ചരിക്കുന്നത്. അങ്ങനെ ഒരു വേറിട്ട കവിയായതുകൊണ്ടാണ് അദ്ദേഹത്തിനെ മേഘരൂപൻ എന്ന് വിളിക്കുന്നത്. അലച്ചിലിനെ, ഈ പറയുന്ന ചരത്വത്തെ, ഈ പറയുന്ന ചലിതത്വത്തെ ആ കാവ്യജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാന മുദ്രയായി സ്വീകരിക്കുകയാണ് ഏറ്റവും. അതുകൊണ്ട് മേഘരൂപൻ. മേഘം അലയുന്നത് എവിടേക്കാണ്? മേഘം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? മേഘത്തിന്റെ ആ ചര സ്വഭാവത്തിന് പിന്നിലുള്ള പ്രേരണ എന്താണ്? ഉൾപ്രേരണകൾ എന്താണ്? കാമനകൾ എന്താണ്? ഇത് തന്നെയാണ് പിയെ സംബന്ധിച്ച് ആറ്റൂരിനും പറയാനുള്ളത്. പി എന്ന കവിയുടെ അലച്ചിൽ, പി എന്ന കവിയുടെ അവധൂതത്വം, പി എന്ന കവിയുടെ ഈ ഭൗതികതയിൽ നിന്നുള്ള വിടുതൽ, കാവ്യജീവിതത്തെ തന്നെ ഭൗതിക ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കൽ, അതിന് രണ്ടിന്റെയും അതിരുകളെ ഇല്ലാതാക്കൽ, ഈ ഒരു അനുഭവ സാകല്യത്തെ കുറിക്കുന്നതിന് വേണ്ടിയിട്ട് അറ്റൂർ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണിത്. ഉന്നതങ്ങളിൽ മേഘങ്ങളൊത്തുമേയുന്ന വേളയിൽ എന്നത്. അസാധ്യതയെ ചെന്ന് തൊടലാണത്. പൊൻകോലം കെറ്റുവാൻ കുമ്പിട്ടിയിലല്ലോ നിന്റെ മസ്തകം, ഇരുമ്പു കൂച്ചാൽ ബന്ധിക്കപ്പെട്ടിയിലല്ലോ പദങ്ങളും. പൊൻകോലം, അങ്ങനെ മേഘങ്ങളൊത്തു മേയുന്ന വേളയിൽ, നിന്റെ കവിത മറ്റാരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്ന വേളയിൽ, മറ്റാരൊക്കെയോ നടന്ന് തേഞ്ഞുപോയ വഴികളിലല്ല, ഇടുങ്ങിയതും നിരപ്പാർന്നതുമായ വഴികളിലല്ല, മറിച്ച് മേഘങ്ങളോടൊത്ത് വെട്ടേണ്ട പുതിയ വഴികളിൽ, പുതുവഴികളിൽ, ആ പുതുവഴികളിൽ നീ മേഞ്ഞു നടക്കുമ്പോൾ പൊൻകോലം കെറ്റുവാൻ കുമ്പിട്ടിയിലല്ലോ നിന്റെ മസ്തകം, ഇരുമ്പു കൂച്ചാൽ ബന്ധിക്കപ്പെട്ടിയിലല്ലോ പദങ്ങളും. അങ്ങനെ ഒരു ലോകത്തും ഒരു കാലത്തും നിന്റെ കവിത മേഘങ്ങളോടൊത്ത് സഞ്ചരിക്കുന്ന ഈ വേളയിൽ, ഈ കാലം എന്ന് പറയുന്നത് കാപട്യത്തിന്റെ കാലമാണ്, ആർഭാടങ്ങളുടെ കാലമാണ്, ഒരു ഉള്ളുപൊള്ളയായ കാലമാണ്, വ്യവസ്ഥകളുടെ കാലമാണ്. ഈ കാലം ഒട്ടേറെ പ്രലോഭനങ്ങൾ നിന്റെ മുമ്പിൽ വെക്കുന്നുണ്ട്. ആ പ്രലോഭനങ്ങളെ നീ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. പൊൻകോലം കെറ്റുവാൻ കുമ്പിട്ടിയിലല്ലോ നിന്റെ മസ്തകം, ഇരുമ്പു കൂച്ചാൽ ബന്ധിക്കപ്പെട്ടിയിലല്ലോ പദങ്ങളും. എന്തു ചെയ്തു എന്നതല്ല, നീ എന്തു ചെയ്തു എന്നതല്ല, മറിച്ച് നീ എങ്ങനെ ഒഴിഞ്ഞു മാറി എന്നതാണ് കവിതയുടെ വിഷയം.
നീ എങ്ങനെയാണ് നിന്റെ കവിതയുടെ വഴികൾ, നിന്റെ കാവ്യവഴികൾ മേഘങ്ങളുമായി ചേർത്ത് വെച്ചത്? ആ സമയത്ത് നിന്റെ മസ്തകത്തിൽ ചാർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിന്റെ മസ്തകത്തിൽ ചേർത്ത് വെക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പൊൻകോലങ്ങളെ നീ എങ്ങനെയാണ് തിരസ്കരിച്ചത്? എങ്ങനെയാണ് കുറ്റിച്ചങ്ങലകളിൽ ബന്ധിതമാവാതെ നിന്റെ കാലുകളെ നീ സംരക്ഷിച്ചു നിർത്തിയത്? നീ എങ്ങനെയാണ് ഒഴിഞ്ഞു മാറിയത് എന്നുള്ളത്. ഈ പ്രലോഭനങ്ങളിൽ നിന്നും, ഈ വ്യവസ്ഥയുടെ തടവിൽ നിന്ന് നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ളത്. വ്യവസ്ഥ എപ്പോഴും സ്വാതന്ത്ര്യകാംക്ഷിയായ ഒരു കവിയെ വ്യവസ്ഥ എപ്പോഴും തടവിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് പലതരത്തിലാവാം. ഭൗതികമായി ആവാം, മാനസികമായി അയാളിൽ കുറ്റബോധം സൃഷ്ടിച്ചുകൊണ്ടാവാം, അങ്ങനെയും ആവാം. ഈ അനുഭവിച്ചിട്ടുള്ള കുറ്റബോധങ്ങളൊക്കെയും യഥാർത്ഥത്തിൽ വ്യവസ്ഥയുടെ സൃഷ്ടികളായിരുന്നു. താൻ ജീവിക്കുന്ന ഒരു സമൂഹം, താൻ ജീവിക്കുന്ന ഒരു വ്യവസ്ഥ അയാൾക്കുള്ളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചതായിരുന്ന കുറ്റബോധങ്ങളൊക്കെ. ആ പുരസ്കാരങ്ങളൊക്കെയും ഈ സമൂഹം അദ്ദേഹത്തെ പിന്നെ തങ്ങളുടെ വശത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതിൽ, എല്ലാ പുരസ്കാരങ്ങളും യഥാർത്ഥത്തിൽ ഒരർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എല്ലാ ചങ്ങലകളും എങ്ങനെയാണോ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നത് എന്നതുപോലെ തന്നെ പുരസ്കാരങ്ങളും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന നേട്ടങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ നേട്ടങ്ങളെയും ഈ തടസ്സങ്ങളെയും രണ്ടിനെയും എങ്ങനെയാണ് നീ ഒഴിവാക്കി നിർത്തിയത് എന്നാണ് കവി അന്വേഷിക്കുന്നത്. നീ അവിടെ എന്ത് ചെയ്തു എന്നല്ല, നീ എന്ത് ചെയ്തില്ല എന്നാണ് പറയുന്നത്. നീ അത് സ്വീകരിച്ചില്ല. പൊൻകോലം കെറ്റുവാൻ കുമ്പിട്ടിയില്ല എന്നാണ്. കുച്ചുവിലങ്ങുകൾക്കായിട്ട് നീ അത് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി നീ കാലുകൾ നൽകിയില്ല എന്നാണ്. അപ്പോ അതിനുശേഷം ഉന്നം തെറ്റാത്ത തോക്കിനുമായില്ല നിന്നെ വീഴ്ത്തുവാൻ എന്ന് പറയുന്നു. ഒരുപക്ഷെ നമ്മൾ പെട്ടെന്ന് ഇവിടെ നിന്ന് വൈലോപ്പിള്ളിയുടെ സഖ്യന്റെ മകനിലേക്ക് പോകും. ഉന്നം തെറ്റാത്ത തോക്കിന്റെ മുമ്പിൽ ഒടുവിൽ വീണുപോയ സ്വതന്ത്ര ഗതിയായിരുന്ന ഒരു ആനയുടെ ചിത്രം, ഒരു ദുരന്ത ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആ തോക്കിന്റെ ഉന്നം തെറ്റാത്ത തോക്കിന്റെ ഉണ്ടയ്ക്ക് കീഴെ വീണു പോകുന്ന നിമിഷം വരെ അത് സ്വതന്ത്രമോഹിയായിരുന്നു ആന. ഇവിടെ ഉന്നം തെറ്റാത്ത തോക്കിൽ നിന്ന് വരുന്ന ഉണ്ടയിൽ നിന്ന് രക്ഷപ്പെടുന്ന, അതിനെ ഒഴിഞ്ഞു മാറുന്ന ആനയെയാണ്, കവിയെയാണ് നമ്മൾ കാണുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സംരക്ഷിച്ച് നിർത്തപ്പെടേണ്ട ഒന്നാണ് എന്ന് വളരെ കൃത്യമായി തിരിച്ചറിയുന്നു. അതിന് നേർക്ക് വരുന്ന പ്രലോഭനങ്ങളെ, അതിന് നേർക്ക് വരുന്ന പുരസ്കാരങ്ങളെയും അതിന് നേർക്ക് വരുന്ന ചങ്ങലകളെയും ഒരേപോലെ ഒഴിച്ചു കളയുന്ന ഒരനുഭവം നമ്മൾ ഈ കവിയിൽ നമ്മൾ കാണും. ഉന്നം തെറ്റാത്ത തോക്കിനുമായില്ല നിന്നെ വീഴ്ത്തുവാൻ കേമന്മാരോമനിച്ചാലും ചെവിവട്ടം പിടിച്ചു നീ എന്നാണ്. ചെവിവട്ടം പിടിക്കുക എന്നുള്ളത് മലയാളിക്ക് അറിയാം. ആനകളുടെ പിന്നാലെ നടക്കുന്ന മലയാളിക്ക് ഈ ചെവിവട്ടം പിടിക്കുക എന്നുള്ളത് അറിയാം. ആന ഒരു ആപത്തിന് കാതോർക്കുകയാണ്. കേമന്മാർ ഓമനിക്കുമ്പോ, കേമന്മാർ പ്രശംസാവചനങ്ങൾ ഉരുവിടുമ്പോ, കേമന്മാരായിട്ടുള്ളവർ സ്തുതിക്കുന്ന സമയത്ത്, വാഴ്ത്തുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അത് വരാനിരിക്കുന്ന ഒരു ചങ്ങലയാണ്, അത് വരാനിരിക്കുന്ന ഒരു ആപത്താണ് എന്നുള്ള തിരിച്ചറിവ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് ഉണ്ടായിരുന്നു ഈ കവിക്ക്. അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് പി തന്നെ ആവണമെന്നില്ല കേട്ടോ. ഇത് സ്വതന്ത്രമോഹിയായ ഏത് കവിയുമാവാം. ഒരുപക്ഷെ വ്യവസ്ഥയോട് അനുരഞ്ജനം സാധ്യമല്ലാത്ത, വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ട് നിൽക്കാത്ത, വ്യവസ്ഥയോട് വിധേയത്വം പ്രഖ്യാപിക്കാത്ത ഏത് കവിക്കും, സ്വതന്ത്രമോഹിയായ ഏത് കവിക്കും ചേരുന്നതാണിത്. അപ്പൊ ഈ കവി പൊൻകോലം കെറ്റുവാൻ, തിടമ്പ് കെറ്റുവാൻ വേണ്ടി തന്റെ മസ്തകം താഴ്ത്തി കൊടുത്തിട്ടില്ലാത്തവനാണ്. കൂച്ചുവിലങ്ങുകൾ കൊണ്ട് ബന്ധിക്കുന്നതിന് വേണ്ടി തന്റെ കാലുകൾ നീട്ടിക്കൊടുത്തിട്ടില്ലാത്ത ഒരാളാണ്. ഉന്നം തെറ്റാത്ത തോക്കിന്റെ ഉണ്ടയെ ഒഴിഞ്ഞു മാറിയാണ്. കേമന്മാർ വന്ന് തന്നെ വാഴ്ത്തിപ്പാടുമ്പോൾ പോലും ചെവിവട്ടം പിടിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ആപത്തിനെ കാതോർക്കുന്നവനാണ്. വ്യവസ്ഥയോടുള്ള ഒരു വലിയ അവിശ്വാസത്തെ, വ്യവസ്ഥയോടുള്ള ഒരു വലിയ കലഹത്തെ നമുക്കിവിടെ ഈ വരികളിൽ നമ്മൾ കാണും. തുടർന്ന് പറയുന്നുണ്ട്, നീ ഇന്ന് ആ മേഘരൂപന്റെ ഗോത്രത്തിൽ ബാക്കിയായവൻ, ഏതോ വളകിലുക്കം കേട്ട് അലയും ഭ്രഷ്ടകാമുകൻ എന്ന്. ഒരുപക്ഷെ ഈ കവിതയുടെ ഏറ്റവും കോറായിട്ടുള്ള വരികളാണ്. നീ ഇന്ന്, ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ
പിന്നെ ഒരുപക്ഷെ പി കുഞ്ഞിരാമൻ നായരിലേക്ക് കവിത ചേർത്ത് വെക്കുമ്പോൾ അത് ഏറ്റവും ഉചിതമാവുന്നത്, ഏറ്റവും ചിതമുള്ള വാക്കായി തീരുന്നത് അങ്ങനെയാണ്. നീ ഇന്ന് ആ മേഘരൂപന്റെ ഗോത്രത്തിൽ ബാക്കിയായവൻ, ഏതോ വളകിലുക്കം കേട്ട് അലയും ഭ്രഷ്ടകാമുകൻ എന്ന് പറയും. എന്താണ് ഈ മേഘരൂപന്റെ ഗോത്രം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ മേഘരൂപന്റെ ഗോത്രം, അലഞ്ഞു നടക്കുന്നവന്റെ ഗോത്രം, അലച്ചിലിനെ ജീവിതത്തിന്റെ ഉപാധിയായി സ്വീകരിച്ചവന്റെ ഗോത്രം എന്ന് പറയുന്നത്. അലച്ചിൽ എന്ന് പറയുന്നത് മനുഷ്യ സംസ്കാരത്തിലെ വളരെ സവിശേഷമായ ഒരു ഘട്ടമാണ്, ഒരു നൊമാഡിക് ഘട്ടമാണ്. ആ ഒരു നൊമാഡിക് ഘട്ടം എന്ന് പറയുന്നത് അത് മറ്റൊരു ജീവിതത്തോടുള്ള ഒരു വേറിട്ടൊരു കാഴ്ചപ്പാടാണ്. ഏതെങ്കിലും ഒരു മണ്ണിൽ ഉറച്ചു നിൽക്കുന്നവന്റെ, ഒരു മണ്ണിലേക്ക് വേരുകൾ ആണ്ടുപോയവന്റെ, ഒരു മണ്ണിൽ തന്റെ ജീവിതത്തിന്റെ താളം കണ്ടെത്തിയവന്റെ ജീവിതത്തോടുള്ള സമീപനമല്ല അലഞ്ഞു നടക്കുന്നവന്റെ സമീപനം എന്ന് പറയുന്നത്. അയാൾക്ക് പ്രിയതരമായ കാര്യങ്ങളാവില്ല ഒരു നൊമാഡിന്റെ പ്രിയതരമായ കാര്യങ്ങൾ. ഒരു മണ്ണിൽ വേരുറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രിയതരമായ അനുഭവങ്ങൾ, ജീവിതത്തോടുള്ള അയാളുടെ സമീപനം എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന അലഞ്ഞു തിരിയുന്ന മനുഷ്യന്റെ, നൊമാഡായ മനുഷ്യന്റെ, വേരുകളില്ലാതായി പോയവന്റെ, ബന്ധനങ്ങളില്ലാതായി പോയവന്റെ, കൂച്ചുവിലങ്ങുകളില്ലാതായി പോയവന്റെ, അവന്റെ ജീവിത ദർശനത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. ആ മേഘരൂപന്റെ, ആ നൊമാഡിന്റെ ഗോത്രത്തിൽ ബാക്കിയായവനാണ് നീ എന്ന് കുഞ്ഞിരാമൻ നായരെ കുറിച്ചാണ് മലയാളത്തിലെ കവികളുടെ കൂട്ടത്തിൽ പറയാവുന്ന ഒരാളുള്ളത്. യഥാർത്ഥത്തിൽ ഇത് രണ്ട് ചരിത്ര ഘട്ടങ്ങൾ കുഴഞ്ഞുപോയ ഒരു മനുഷ്യന്റെ കഥ കൂടിയാണിത്. നമുക്കറിയാം, ആധുനികത എന്ന് പറയുന്ന, മോഡേണിറ്റി എന്ന് പറയുന്ന സാമൂഹ്യ അനുഭവത്തെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ആധുനികത മലയാളിയുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഒട്ടേറെ പുതിയ വ്യവസ്ഥകളുണ്ട്. നമ്മുടെ കുടുംബ സംവിധാനത്തെയൊക്കെ വലിയ തോതിൽ മാറ്റിയിട്ടുണ്ട് ആധുനികത. നമ്മുടെ വസ്ത്രധാരണ രീതിയെ വലിയ തോതിൽ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ലൈംഗികതയെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങളെ വലിയ തോതിൽ മാറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു അച്ചടക്കം കൊണ്ടുവന്നിട്ടുണ്ട് ആധുനികത. കുറെ കൂടി അയഞ്ഞ കുടുംബബന്ധങ്ങളാണ് ആധുനികത പൂർവ്വകാലത്ത് ഉണ്ടായിരുന്നത്. നമുക്ക് ആധുനിക പൂർവ്വകാലത്ത്, ഒരു പ്രീ മോഡേൺ പീരീഡിൽ നമുക്കുണ്ടായിരുന്ന കുറെ കൂടി അയഞ്ഞ കുടുംബബന്ധങ്ങളാണ്. ലൈംഗികതയെ സംബന്ധിച്ച് കുറെ കൂടി സ്വാതന്ത്ര്യമുള്ള സങ്കല്പങ്ങളാണ് ഉണ്ടായിരുന്നത്. വസ്ത്രധാരണത്തെ സംബന്ധിച്ച്, മനുഷ്യബന്ധങ്ങളെ സംബന്ധിച്ച് ഒക്കെ തീർത്തും ആധുനികതയിൽ നിന്ന് വ്യത്യസ്തമായ കുറെ കൂടി അയവാർന്ന ഒരു ജീവിത സമീപനമാണ് ആധുനിക പൂർവ്വകാലത്ത്, പ്രീ മോഡേൺ പീരീഡിൽ കേരളത്തിൽ ഉണ്ടായിരുന്നത്. ആധുനികതയുടെ കാലം വരുന്നതോട് കൂടിയിട്ട് ഈ ആധുനിക പൂർവ്വകാലത്ത് ജീവിച്ച ഒരു മനുഷ്യന്റെ മേലേക്ക് അച്ചടക്കത്തിന്റെ നിരവധി ഘടകങ്ങൾ പതിയുന്നുണ്ട്. അച്ചടക്കത്തിന്റെ നിരവധി വാളുകൾ അയാൾക്ക് മുമ്പിൽ ഉയരുന്നുണ്ട്. നിങ്ങൾ ലൈംഗികതയെ സംബന്ധിച്ച് നിങ്ങൾ പാലിക്കേണ്ട അച്ചടക്കം, കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പാലിക്കേണ്ട അച്ചടക്കം, സദാചാരത്തെ സംബന്ധിച്ച് നിങ്ങൾ പാലിക്കേണ്ട അച്ചടക്കം, നഗ്നതയെ സംബന്ധിച്ച് നിങ്ങൾ പാലിക്കേണ്ട അച്ചടക്കം, ഇങ്ങനെ ഒരുപക്ഷെ അത്രയും കാലം ഇല്ലാതിരുന്ന പുതിയ ഒട്ടേറെ അച്ചടക്കങ്ങൾ ഈ മനുഷ്യന്റെ, ആധുനികതയിലേക്ക് പ്രവേശിച്ച മനുഷ്യന്റെ മേൽ പതിയുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ഒരു ട്രാൻസിഷൻ പീരിയഡിലുള്ള, ഒരു സംക്രമണ കാലത്തുള്ള, ആധുനിക പൂർവ്വതയിൽ നിന്ന് ആധുനികതയിലേക്ക് സഞ്ചരിക്കുന്ന ആ സംക്രമണത്തിന്റെ കാലത്തുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ സംഘർഷങ്ങൾക്ക്, ആന്തരികവും ബാഹ്യവുമായ ഭൗതികവുമായ സംഘർഷങ്ങൾക്ക് ഇത് കാരണമായിട്ടുണ്ടായിരിക്കണം. മഹാകവി പി കുഞ്ഞിരാമൻ നായർ യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു ഉഭയജീവിയാണ്. അദ്ദേഹം മനസ്സുകൊണ്ട് പ്രീ മോഡേൺ ആയിരിക്കുമ്പോൾ ജീവിതം കൊണ്ട് മോഡേണിറ്റിയിൽ ജീവിച്ച ആളാണ്. ആധുനികതയുടെ കാലത്ത് ജീവിതം ജീവിക്കേണ്ടി വരികയും അതേസമയം തന്നെ ആധുനിക പൂർവ്വതയുടെ സ്വാതന്ത്ര്യങ്ങളൊക്കെയും മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്ത, ആധുനിക പൂർവ്വതയുടെ ഒരു മനസ്സ് സൂക്ഷിക്കുകയും ആധുനികതയുടെ ഒരു സാമൂഹികമായ വ്യവസ്ഥ തനിക്ക് ചുറ്റും പൊതിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു ഉഭയത്വം, ഒരു ആംബിവാലൻസ്. പിൽക്കാലത്ത് ഹോമി ഭാബയെ പോലെ ആളുകൾ പറയുന്ന ആംബിവാലൻസ് എന്ന് പറയുന്ന ഒരു അനുഭവം യഥാർത്ഥത്തിൽ കുഞ്ഞിരാമൻ നായർ അനുഭവിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ പറയുന്ന കൊളോണിയൽ, പോസ്റ്റ് കൊളോണിയൽ എന്ന് പറയുന്ന രീതിയിലല്ല ബാബ പറയുന്ന പോലെ, മറിച്ച് പ്രീ മോഡേൺ, മോഡേൺ എന്ന് പറയുന്ന ഒരു ആംബിവാലൻസ് ആണ്. അത്തരം ഒരു സന്ദിഗ്ധത. കുഞ്ഞിരാമൻ നായർ ജീവിക്കുന്നത് ആധുനികതയുടെ കാലത്താണ്, അച്ചടക്കങ്ങളുടെ കാലത്താണ്, സാമൂഹികമായി നിരവധി നിയമങ്ങളുടെ കാലത്താണ്. ലൈംഗികതയെ സംബന്ധിച്ച്,
കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച്, മനുഷ്യബന്ധങ്ങളെ സംബന്ധിച്ച് ഒക്കെ സമൂഹം പണിതെടുത്തിട്ടുള്ള നിരവധി നിയമങ്ങൾക്കകത്താണ് കുഞ്ഞിരാമൻ നായർ ജീവിക്കേണ്ടി വരുന്നത്. പക്ഷെ കുഞ്ഞിരാമൻ നായർ മനസ്സുകൊണ്ട് ജീവിക്കുന്നത് ആധുനിക പൂർവ്വതയുടെ സ്വാതന്ത്ര്യപൂർണമായ മേഘങ്ങളോടൊത്ത് ചരിക്കുന്ന ആ ആകാശവീഥിയിലാണ്. അപ്പോൾ ആധുനിക പൂർവ്വതയുടെയും ആധുനികതയുടെയും ഈ രണ്ട് ലോകങ്ങൾ തമ്മിലുള്ള ഈ സംഘർഷമാണ് കുഞ്ഞിരാമൻ നായരെ എക്കാലവും ഈ പറയുന്ന കുറ്റബോധത്തിന്റെയും ഈ പറയുന്ന കുറ്റസമ്മതത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും ഒക്കെ കവിയാക്കി അദ്ദേഹത്തെ മാറ്റുന്നത്, അല്ലെങ്കിൽ ആത്മകഥാകാരനാക്കി അദ്ദേഹത്തെ മാറ്റുന്നത്. അപ്പൊ ഈ ഒരു അനുഭവത്തെ വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന പിന്നെ ആറ്റൂര് അതിനെക്കുറിച്ച് പറയുന്ന വളരെ വളരെ ഒരു പക്ഷേ ഈ കവിതയുടെ കോർ എന്ന് വിളിക്കാവുന്ന വരികളാണ് നമ്മളിപ്പോ ഈ പറഞ്ഞ വരികൾ. നീ ആ മേഘരൂപന്റെ ഗോത്രത്തിൽ ബാക്കിയായവൻ എന്നത്. ആ മേഘരൂപന്റെ ഗോത്രത്തിൽ ബാക്കിയായവനാണ്. ആ ഗോത്രത്തിലെ ബാക്കി എല്ലാവരും ആധുനികതയിലേക്ക് പരിവർത്തനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ആധുനികതയുടെ പുതിയ കാനോനകളെ അവർ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ആ കാനോനകളെ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ കഴിയാതെ ഇപ്പോഴും ആധുനിക പൂർവ്വതയുടെ ലോകത്തിൽ ആ മേഘരൂപന്റെ ഗോത്രത്തിൽ ഇപ്പോഴും ബാക്കിയായി പോയ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ദുരന്തബോധത്തെ നമ്മളവിടെ കാണും. അടുത്ത വരിയിൽ ആ ദുരന്തബോധം പൂർണ്ണമാകും. ഏതോ വളകിലുക്കൻ കേട്ട് അലയും ഭ്രഷ്ടകാമുകൻ എന്നത്. ആ ഭ്രഷ്ട് ആധുനികതയുടെ ഭ്രഷ്ടാണ്. ആ വളകിലുക്കൻ കേട്ടുള്ള അലച്ചിൽ ആധുനിക പൂർവ്വതയുടെ അലച്ചിലാണ്. ആധുനിക പൂർവ്വതയുടെ അലച്ചിൽ ആധുനികതയിൽ ഭ്രഷ്ടിനുള്ള കാരണമായി തീരും. അതുകൊണ്ട് ഈ പറയുന്ന പി അനുഭവിക്കുന്ന ഏറ്റവും ചരിത്രപരമായി നമ്മളതിനെ അങ്ങനെയാണ് കാണേണ്ടത്. ഹിസ്റ്റോറിസൈസ് ചെയ്യുക എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെയാണ്, ചരിത്രവൽക്കരിക്കുക എന്ന് പറയുന്നത്. പി അനുഭവിക്കുന്ന ഈ സംഘർഷത്തെ ചരിത്രവൽക്കരിക്കുമ്പോൾ നമുക്ക് കാണുക ഈ പറയുന്ന രീതിയിൽ ആധുനികത ഒരു മനുഷ്യനിൽ സൃഷ്ടിച്ച വലിയ തോതിലുള്ള സംഘർഷങ്ങളുടെ വേലിയേറ്റമായിരുന്നു അത് എന്നുള്ളതാണ്. അദ്ദേഹം ഭ്രഷ്ടനായിരുന്നുവെന്നും അദ്ദേഹം പിന്നെ കഴിഞ്ഞുപോയ മറ്റേതോ ഗോത്രത്തിൽ നിന്ന് ബാക്കിയായിപ്പോയ ആളാണ് എന്നും ഒരു നൊമാഡിക് ഗോത്രത്തിന്റെ ബാക്കി പത്രമാണ് എന്നുമുള്ള തിരിച്ചറിവ് പിയെ സംബന്ധിച്ച് ആറ്റൂര് സൂക്ഷിക്കുന്നുണ്ട്. അത് ചരിത്രപരതയുടെ തിരിച്ചറിവാണ്, അത് ചരിത്രവൽക്കരണത്തിന്റെ തിരിച്ചറിവാണ്. അത്തരമൊരു ചരിത്രബോധത്തിന്റെ തിരിച്ചറിവ് ആറ്റൂര് ഈ കവിതയിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ ഈ കവിതയെ ഏറ്റവും സൂക്ഷ്മതയുള്ള ഒന്നാക്കി മാറ്റുന്നുണ്ട്. അണുധൂളി പ്രസരത്തിന് അവിശുദ്ധ ദിനങ്ങളിൽ മുങ്ങിക്കിടന്നു നീ പൂർവ്വ പുണ്യത്തിന്റെ കയങ്ങളിൽ. അണുധൂളി പ്രസരത്തിന് അവിശുദ്ധ ദിനങ്ങളിൽ. ഈ അവിശുദ്ധ ദിനങ്ങൾ പുതിയ കാലമാണ്, വർത്തമാനമാണ്. ഈ പുതിയ കാലത്ത് ഒരാൾ തന്റെ പഴമയിൽ അല്ലെങ്കിൽ തന്റെ പഴയ കാലത്തിന്റെ പുണ്യങ്ങളിൽ അഭയം തേടി അതിനകത്തേക്ക് മുഖം പൊഴുത്തി കിടക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അത് പിയെ കുറിച്ചാണ്. നരബലി എന്ന കവിതയ്ക്കകത്ത് പിയുടെ നരബലി എന്ന കവിതയ്ക്കകത്ത് നമ്മൾ കാണും യുദ്ധസന്ദർഭത്തിൽ ഭാരതത്തിന്റെ പൂർവ്വ പുണ്യങ്ങളെ കുറിച്ച് പേർത്തും ഓർമ്മിപ്പിക്കുന്ന പിയെ കാണും. അത്തരമൊരു പിന്നെ പൂർവ്വപുണ്യത്തിന്റെ കയങ്ങളെ മനസ്സിൽ അഭയദമായി കൊണ്ടു നടക്കുന്ന ഒരു കവിയെ കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണിത്. അണുധൂളി പ്രസരത്തിന് വിശുദ്ധ ദിനങ്ങളിൽ മുങ്ങിക്കിടന്നു നീ പൂർവ്വ പുണ്യത്തിന്റെ കയങ്ങളിൽ എന്നത്. പുതിയ കാലത്ത് മറികടക്കാൻ വേണ്ടി പഴയ കാലത്തിന്റെ പുണ്യങ്ങളിൽ അഭയം തേടുന്ന ഒരു പാവമനുഷ്യന്റെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ മേഘരൂപന്റെ ഗോത്രത്തിൽ ബാക്കിയായ ഒറ്റപ്പെട്ടുപോയ മനുഷ്യന്റെ സംഘർഷമാണത്. നീ കൃഷ്ണശീലതൻ താളം, വിണ്ണിലോലുന്ന നീലിമ ആഴിതൻ നിത്യമാം തേങ്ങൽ, പൗർണമിക്കുള്ള പൂർണ്ണത. ഒരുപക്ഷെ മലയാളത്തിൽ നമുക്ക് വേണമെങ്കിൽ ഈ വളരെ ഉദാത്തമായ വരികൾ എന്നൊക്കെ വിളിക്കാവുന്ന നാല് പ്രയോഗങ്ങളെ പി കുഞ്ഞിരാമൻ നായർ എന്ന ആ കവിയെ അടയാളപ്പെടുത്തുന്ന, ആ കവിയുടെ ജീവിതത്തിന്റെ വ്യത്യസ്തതകളെ, ആ ജീവിതത്തിനകത്തുള്ള വിപരീതത്വങ്ങളെ, ആ ജീവിതത്തിന്റെ വൈവിധ്യങ്ങളെ, ആ ജീവിതത്തിന്റെ വ്യത്യസ്ത വശങ്ങളിൽ നിന്നുള്ള കാഴ്ചകള്, പരിപ്രേക്ഷ്യങ്ങളെ അടയാളപ്പെടുത്തുന്നതായത്. അതിങ്ങനെയാണ് നീ കൃഷ്ണശീലതൻ താളം. അതെന്തൊരു പ്രയോഗമാണെന്ന് ആലോചിച്ച് നോക്കൂ. നീ കൃഷ്ണശീലതൻ താളം. ആന നടന്നു പോകുന്നത് നമുക്കറിയാം. ആന നടന്നു പോകുന്നത് അങ്ങേയറ്റം താളാത്മകമായിട്ടാണ്. ആനയുടെ നട
ആനനട എന്ന് പറയുന്നത് അങ്ങേയറ്റം റിഥമിക്കായ, അങ്ങേയറ്റം താളാത്മകമായ നടത്തമാണ്. കൃഷ്ണശില എഴുന്നേറ്റ് നടക്കുന്നത് പോലെ, ഒരു വലിയ കറുത്ത പാറ എഴുന്നേറ്റ് നടക്കുന്നത് പോലെ നീങ്ങുന്ന ആനയുടെ ഒരു ചിത്രമുണ്ട് നമ്മുടെ മനസ്സിൽ. ആ ചിത്രത്തെ നമ്മൾ പിന്നെ പി കുഞ്ഞിരാമൻ നായരുടെ അതികായ ശരീരത്തോട്, അതികായത്വത്തോട് നമ്മളൊന്ന് ചേർത്ത് വെച്ച് നോക്കും. നീ കൃഷ്ണശില തൻ താളം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നത്. മിന്നിലോലുന്ന നീലിമ, ആകാശത്തിന്റെ നീലിമ, ആഴിതൻ നിത്യമാം തേങ്ങൽ. ഈരമ്മാരുടെ ജീവിതത്തിന്റെ വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് ഇതായിരുന്നു, നിത്യമാം തേങ്ങൽ എന്നുള്ളതായിരുന്നു. ജീവിതത്തിന്റെ ആനന്ദങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴും ആനന്ദങ്ങൾക്കപ്പുറത്ത് തന്നെ കാത്തിരിക്കുന്ന വിഷാദത്തിന്റെ മഹാലോകങ്ങളെ അദ്ദേഹം എപ്പോഴും കാണുന്നുണ്ട്. കുറ്റബോധങ്ങളിലൂടെ ആധുനികത ആവേശിച്ച സമൂഹം തന്റെ മനസ്സിൽ തീർക്കുന്ന കുറ്റബോധങ്ങളിലൂടെ, പശ്ചാത്താപങ്ങളിലൂടെ എങ്ങനെയാണ് വിഷാദത്തിന്റെ ആഴമേറിയ കയങ്ങളിലേക്ക് തന്നെ തള്ളിയിടാൻ പോകുന്നത് എന്ന് വളരെ കൃത്യമായി അറിയാവുന്ന, അതിനെ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരാളായിരുന്നു കുഞ്ഞിരാമൻ നായർ. ആഴിതൻ നിത്യമാം തേങ്ങൽ എന്നുള്ള ഒരു പ്രയോഗത്തിനകത്ത്, ഒരു ചെറിയ പ്രയോഗത്തിനകത്ത് ആ ജീവിതത്തിന്റെ മുഴുവൻ ഈ ഒരു അനുഭവത്തെയും ഒതുക്കി വെച്ചിരിക്കുന്നു ആറ്റൂർ. പൗർണമിക്കുള്ള പൂർണ്ണത എന്ന്, പൗർണമിക്കുള്ള പൂർണ്ണത. നമ്മൾ ഈ പൂർണ്ണത എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയാവുന്ന ഒരു വാക്കല്ല. പൂർണ്ണത എന്ന വാക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയാവുന്ന ഒരു വാക്കല്ല സാധാരണ യുക്തിയിൽ. പക്ഷേ പൗർണമിയുടെ പൂർണ്ണത എന്ന് പിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ കവിയെക്കുറിച്ച് ആറ്റൂർ പറയുന്നു. അതൊരു കുറെ കൂടി വ്യത്യസ്തമായ, ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒരു ഔപനിഷദികമായ ബൃഹദാരണ്യോപനിഷത്തിലെ ശാന്തിപാഠം ഉണ്ടല്ലോ, ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ എന്ന് പറയുന്ന ശാന്തിപാഠം ഉണ്ടല്ലോ. ആ പാഠം ഒന്ന് എടുത്തു നോക്കൂ. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്തു മാറ്റിയാലും പൂർണ്ണം തന്നെ ശേഷിക്കും എന്ന് പറയുന്ന ആ അനുഭവം ഉണ്ടല്ലോ. ആ അനുഭവത്തെയാണ് ഒരുപക്ഷെ പൗർണമിക്കുള്ള പൂർണ്ണത എന്ന വാക്കിനകത്തേക്ക് ആറ്റൂർ ചേർത്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ അപൂർണതയായി കാണുന്ന അപൂർണതകളല്ല യഥാർത്ഥത്തിൽ. ആ അപൂർണതയും പൂർണ്ണതയായി തീരുന്ന ഒരു അനുഭവം. ആ അനുഭവം കുറെ കൂടി ആത്മീയമായ അനുഭവമാണ്. ഇപ്പൊ നമ്മള് മനുഷ്യരെ തെറ്റ് ചെയ്തവർ അല്ലെങ്കിൽ തിന്മ അല്ലെങ്കിൽ നന്മ എന്നീ രണ്ട് കള്ളികളിലാക്കി തിരിക്കുന്നതിനെ കുറിച്ച് ഉറൂബ് പറയും. നിങ്ങൾക്ക് അങ്ങനെ ആക്കി തിരിക്കാൻ കഴിയില്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സ് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ തിന്മ ചെയ്ത ഒരാളുടെ മനസ്സിനകത്താണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ, മനസ്സിനകത്തേക്കാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ, ആ മനസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അയാളെ തിന്മയുടെ ആളായിട്ട് ആ കറുത്ത കള്ളിയിലേക്ക് നിങ്ങൾക്ക് അദ്ദേഹത്തിനെ വകഞ്ഞു മാറ്റി നിർത്താനാവില്ല എന്ന് പറയും. അതൊരു സമഗ്രമായ കാഴ്ചയാണ്. അത്തരമൊരു സമഗ്രമായ കാഴ്ചയിൽ നിന്നാണ് ഈ പൂർണ്ണത എന്നുള്ള പ്രയോഗം ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനകത്തൊരു ഔപനിഷദികമായ പൂർണ്ണതയാണിത് എന്ന് ഞാൻ പറയാൻ കാരണം. കവിത അവസാനിക്കുകയാണ്. കവിത അവസാനിക്കുമ്പോൾ അന്ധർനിൻ തുമ്പിയോ കൊമ്പോ പള്ളയോ തൊട്ടിടഞ്ഞിടാം എനിക്ക് കൊതി നിൻ വാലിൻ രോമം കൊണ്ടൊരു മോതിരം എന്ന് അവസാനിക്കുന്നു കവിത. ആരംഭിച്ചത് തലപ്പൊക്കത്തിൽ നിന്നായിരുന്നു, സഹ്യനേക്കാൾ തലപ്പൊക്കം എന്നായിരുന്നു. അവസാനിക്കുന്നത് വാലിലാണ്. തലയിൽ നിന്ന് ആരംഭിച്ച്, മസ്തകത്തിൽ നിന്ന് ആരംഭിച്ച് വാലിൽ പൂർണ്ണമാകുന്നുണ്ട്. ആനയുടെ ഒരു വലിയ ഒരു രൂപഗതി ഇതിനകത്തുണ്ട്, ഈ കവിതയ്ക്കകത്തുണ്ട്. അന്ധർനിൻ തുമ്പിയോ കൊമ്പോ പള്ളയോ തൊട്ടിടഞ്ഞിടാം. ഈ പറയുന്ന പി കുഞ്ഞിരാമൻ നായർ എന്ന് പറയുന്ന ഈ ഒരു കവിയെ, ആ കവി ജീവിച്ചിരിക്കുന്ന കാലത്ത് വലിയ തോതിൽ പഴി കെട്ടിട്ടുള്ള കവിയാണ്. ആളുകൾ മുഴുവൻ ദുഷിച്ചു പറഞ്ഞിട്ടുള്ള കവിയാണ്. വലിയ തോതിൽ സമൂഹം ഭ്രഷ്ട കൽപ്പിച്ചിട്ടുള്ള കവിയാണ്. പലയിടത്തുനിന്നും പുറന്തള്ളപ്പെട്ടിട്ടുള്ള കവിയാണ്. ജീവിതത്തിൽ ചീത്തപ്പേര് ഏറെ സമ്പാദിച്ചിട്ടുള്ള കവിയാണ്. അത്തരമൊരാളെ നമ്മൾ നേരത്തെ ഉറൂബ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് ചെന്ന് തൊടുക എന്ന് പറയുന്നു. അങ്ങനെ തൊടുമ്പോഴാണ് ഈ പറയുന്ന നീ കൃഷ്ണശില തൻ താളം, വിണ്ണിലോലുന്ന നീലിമ,
ആഴിതൻ നിത്യമാം തേങ്ങൽ, പൗർണമിക്കുള്ള പൂർണ്ണത എന്നിങ്ങനെ ഈ കവിയുടെ വ്യത്യസ്തതകളെ ചേർത്ത് അതിനെ കാണാൻ ആ സമഗ്രമായ കാഴ്ച സാധ്യമാവുന്നത് കുഞ്ഞിരാമൻ നായരുടെ മനസ്സിനകത്തേക്ക് കവിക്ക് യാത്ര ചെയ്യാനാവുമ്പോഴാണ്. ആധുനികതയ്ക്കും ആധുനിക പൂർവ്വതയ്ക്കും ഇടയിൽ ആ മനുഷ്യൻ അനുഭവിച്ച ഉഭയ സംഘർഷങ്ങളെ തിരിച്ചറിയാനാവുമ്പോഴാണ്. അങ്ങനെ തിരിച്ചറിയുന്ന, പുറത്തുനിന്ന് തിരിച്ചറിഞ്ഞ ഒരു പിന്നീടുള്ള ഒരു കവിയുടെ ആ തിരിച്ചറിവിന്റെ സാക്ഷ്യമാണ് ഈ കവിത. അത് തിരിച്ചറിയാനാവാത്തവർ ഒരുപക്ഷെ ആ കവിയുടെ തുമ്പിയോ കൊമ്പോ പള്ളയോ ഒക്കെ തൊട്ടിട്ട് ഇതാണ് കുഞ്ഞിരാമൻ നായർ എന്ന് പറഞ്ഞേക്കും. പക്ഷെ എനിക്കത് കഴിയില്ല എന്ന് മറ്റൊരു കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ അവസാനത്തെ വരി എഴുതിയിരിക്കുന്നത്. എനിക്ക് കൊതി നിൻ വാലിൻ രോമം കൊണ്ടൊരു മോതിരം എന്നത്. എനിക്ക് കൊതി നിൻ വാലിൻ രോമം കൊണ്ടൊരു മോതിരം എന്നത് മലയാളിയുടെ ഒരു സൈക്യമുണ്ട്. നമ്മൾ ഈ ആധുനികതയുടെ സാമൂഹിക നിയമങ്ങളൊക്കെയും അനുസരിച്ച് ആ സാമൂഹിക നിയമങ്ങൾക്കൊത്ത് ജീവിതം ചിട്ടപ്പെടുത്തി സമൂഹത്തിന്റെ എല്ലാ അനുശാസനങ്ങളും സ്വയം ഏറ്റുവാങ്ങി ജീവിതത്തെ ആ രീതിയിൽ കരുപ്പിടിപ്പിച്ച് അച്ചടക്കത്തിന്റെ അതിരുകൾക്കകത്ത് കരുപ്പിടിപ്പിച്ച് ജീവിക്കുമ്പോഴും ഈ പറയുന്ന ആധുനിക പൂർവ്വതയുടെ ഈ സ്വതന്ത്ര ലോകത്ത് സഞ്ചരിക്കുന്ന ഇത്തരത്തിലുള്ള അവധൂതരായ മനുഷ്യരുടെ നേർക്ക് ഒരു വലിയ ആരാധന സൂക്ഷിക്കാറുണ്ട് മലയാളി മനസ്സ്. കുഞ്ഞിരാമൻ നായരും മരിച്ചതിന് ശേഷം അങ്ങനെയാണ് വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ടത്. ജോൺ എബ്രഹാം ആഘോഷിക്കപ്പെട്ടത്, അയ്യപ്പൻ ആഘോഷിക്കപ്പെട്ടത്. അത്തരത്തിലുള്ള ഈ പറയുന്ന ആധുനികതയുടെ നിയമങ്ങളുമായി സംഘർഷത്തിലേർപ്പെട്ട, കലഹത്തിലേർപ്പെട്ട ഒരു ദുരന്ത മനുഷ്യന്റെ, ദുരന്തങ്ങൾ അഭിമുഖീകരിച്ച ഒരു മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ ആ ദുരന്തത്തിന്റെ സാക്ഷ്യത്തെ സ്വയം തൊട്ടറിഞ്ഞ ഒരു പിൽക്കാല കവിയുടെ, ഒരു പിൻഗാമിയുടെ താൻ ചെന്ന് തൊട്ടതിന്റെ സാക്ഷ്യമായി നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പ്രിയം, എനിക്ക് കൊതി നിൻ വാലിൻ രോമം കൊണ്ടൊരു മോതിരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കവിത ആറ്റൂർ അവസാനിപ്പിക്കുന്നു. ഈ കവിത യഥാർത്ഥത്തിൽ മലയാളി ജീവിതത്തിന്റെ ചില ചരിത്രപരമായ സംഘർഷങ്ങളിലേക്ക് കൂടി നമ്മളെ വഴി നടത്തുന്നുണ്ട്, നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് എന്ന തിരിച്ചറിവ് കൂടി ഉണ്ടാകുമ്പോഴേ ഈ കവിതയുടെ വായന പൂർണ്ണമാകുന്നുള്ളൂ എന്നർത്ഥം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും